نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم المؤمنون في الدنيا على ثلاثة أجزاء الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله والذين يأمنه الناس على أموالهم وأنفسهم ثم الذي إذا أشرف على طمع تركه لله عز وجل صدق شفيعنا رسول الله صلى الله عليه وسلم إيمان مرء لا يكون تكاملا حتى يرى ناسا بإبل مثلا فيكون مدحوهم وذموهم سواء لم يخش لومة لائم في ذي العلا عمل لأجل الناس شرك تركه للناس ذاك هو الرياء سبغللا لا تطلبا عند المهيمن منزلا إن كنت تطلب عند ناس منزلا يا رب صل على النبي محمد منجي الخلائق من جهنم في غدي വന്യരായ ഉസ്താദുമാരെ, പണ്ഡിതരെ, നേതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മുടെ ചർച്ച എത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുന്നതിനും ഓതുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും
ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ തണലിലായി ഇരുലോകത്തും സലാമത്ത് ലഭിക്കുന്നവരിൽ അവരെയും നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമടക്കം സംഭാവനകൾ നൽകിയവർ, നമ്മുടെ അൽ-ഖമർ സ്ഥാപന സംരംഭങ്ങളെ സഹായിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച, എല്ലാ സന്ദർഭങ്ങളിലും സഹായിക്കുന്നവർ, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭാവന നൽകിയവർ, മുഴുവൻ സ്വതക്കകളും ദീനിന് നൽകിയ ഖിദ്മത്തുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസികൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, വിശ്വാസത്തിൻ്റെ സമ്പൂർണതയ്ക്ക് അനിവാര്യമായ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നാം ഓതിവെച്ച 14-15 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. ഈമാൻ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന തലങ്ങളിലേക്ക് എത്തുന്നതിന് കഠിനാധ്വാനം ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിനും അനിവാര്യമായ വിഷയമാണ്. അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന ഈമാനാകണം നമ്മുടെ ഈമാൻ. ജനങ്ങളെല്ലാവരും സ്വീകരിച്ചു എന്നതുകൊണ്ട്, എല്ലാവരും പുകഴ്ത്തി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം രക്ഷ പ്രതീക്ഷിക്കാവതല്ല. ആയതുകൊണ്ട് തന്നെ ഇഖ്ലാസ് കൈവിടാതെ ചെയ്യുന്ന, സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ അദബും ഇഖ്ലാസും കഴിവിൻ്റെ പരമാവധി അധ്വാനവും കഴിവിടാതെ നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കൽ നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണ്. ഈമാൻ ഇല്ലാതെ പോയാൽ രക്ഷപ്പെടുത്താൻ പിന്നെ ഒരു പഴുതും ഇല്ല. കർമ്മരംഗത്ത് കുറവ് സംഭവിച്ചുപോയി, അല്ലെങ്കിൽ വൈകല്യങ്ങൾ ധാരാളം നിറഞ്ഞുപോയി, ഈമാനിന് പരിക്കൊന്നും ഏറ്റിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ രക്ഷപ്പെടാനുള്ള ചാൻസ് അള്ളാഹുവിങ്കൽ ലഭിക്കും. പക്ഷേ അത് കരുതി ഈമാൻ അവിടെ ഉണ്ടായിക്കോളും എന്ന് ഒന്ന് മനസ്സിലാക്കി തോന്നിയതുപോലെ ചെയ്യാനും പറയാനും നീക്കുപോക്കുകൾ നടത്താനും ഒന്നും പറ്റില്ല. എല്ലാം ചേർത്തി വെക്കേണ്ടത് ഈമാനിലേക്കാണ്. ഈമാന് നഷ്ടപ്പെടുമോ എന്ന വിഷയത്തിൽ വളരെയധികം പേടിയുള്ളവരാകണം പ്രത്യേകിച്ച് ഈ കാലത്ത് ജീവിക്കുന്ന നാം എല്ലാവരും. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് ഈമാനിൽ നിന്ന് വഴിമാറി, വൈകുന്നേരം ഈമാനോടെ നടന്ന ആള് രാവിലെ ആകുമ്പോഴേക്ക് അതിൽ നിന്ന് വഴിമാറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച, അത് യഥാവിധി കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ആയതുകൊണ്ട് ഒരു ലോക്കൽ ഈമാൻ ഉണ്ട് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ രക്ഷപ്പെടും എന്ന ഒരു ചെറിയ പ്രതീക്ഷയുമായി നടന്നാൽ പോരാ. രക്ഷപ്പെടാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആശങ്കയോടുകൂടെ ഇനിയും ധാരാളം എനിക്ക് അധ്വാനിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട് എന്ന കാർക്കശ്യബോധത്തോടുകൂടെ വിശ്വാസ കർമ്മരംഗത്ത് നാം ഓരോരുത്തരും മുന്നേറണം. ഇന്നത്തെ വിഷയത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായും പ്രവിശാലമായി പഠിക്കാനുള്ള വിഷയങ്ങൾ ഇതും ഇതോടൊപ്പം ചേർത്ത് വായിക്കുന്നതുമാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹദ്റത്തിൽ വന്ന് ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, അവരത്ര ഷർഫ് നമുക്ക് ഏതായാലും ഇല്ലല്ലോ. അവരുടെ ഈമാനിൽ വന്ന വൈകല്യം തിരുത്തുകയാണ് 14-ാം സൂക്തത്തിലൂടെ നാം കേൾക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലത്തിൽ അഅറാബു ആമന്നാ. ഗ്രാമീണരായ അറബികൾ മലഞ്ചെരുവിലും മറ്റും നഗരങ്ങളിൽ നിന്ന് മാറി ഉൾപ്രദേശങ്ങളിൽ, കുഗ്രാമങ്ങളിൽ അധിവസിക്കുന്നവർ പറഞ്ഞു, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ ഈമാൻ കൊണ്ടു എന്നവർ പറഞ്ഞു. കുൽ, തങ്ങൾ പറഞ്ഞേക്കൂ, ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിച്ചവരായിട്ടില്ല, ഈമാൻ സ്വീകരിച്ചവരായിട്ടില്ല. വലാകിൻ ഖൂലൂ അസ്ലംനാ, അത്ര കറക്റ്റായി നിങ്ങൾ പറയണ്ട. ഖൂലൂ അസ്ലംനാ, നിങ്ങൾ പറഞ്ഞേക്കൂ, ഞങ്ങൾ മുസ്ലിംകളായിരിക്കുന്നു. ഇസ്ലാമും ഈമാനും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ സുദീർഘ പഠനം നടത്തിയ മഹാപണ്ഡിതർ ഉണ്ട്. ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ തുടക്ക ഭാഗത്ത് തന്നെ ആ ചർച്ചയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു ചർച്ചയാണ്, നാം അതിലേക്ക് കടന്നു വരും. ആമന്ന എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് പറഞ്ഞ ആളുകൾ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ആളുകളോട് തങ്ങൾ ഒരു തിരുത്ത്, അങ്ങനെ നിങ്ങൾ പറയാനായിട്ടില്ല. ഖൂലൂ അസ്ലംനാ, ഞങ്ങൾ മുസ്ലിങ്ങളായി, ഞങ്ങൾ ഒതുങ്ങി തന്നു, ഇനി ഞങ്ങളെ ഭാഗത്ത് നിന്ന് അക്രമങ്ങളൊന്നും ഉണ്ടാകൂല, ഞങ്ങൾ നിങ്ങൾ പറയുന്നതൊക്കെ അംഗീകരിക്കാനും കേൾക്കാനും വഴിപ്പെടാനും ഞങ്ങൾ ഒരുങ്ങി. ഈമാൻ എന്ന് പറയുന്ന ആ ഉന്നതമായ തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടില്ല. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബികും, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല. നമ്മൾ ശരിക്കും ആലോചിക്കണം, നമ്മൾ എത്രയോ കാതം ഇപ്പുറത്ത് വന്നവരാണ്. ആവേശം കൊള്ളുന്നത്, ഊറ്റം കൊള്ളുന്നത് ശരിക്കും കരുതണം. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈമാനിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടവർ നമ്മളാണ്. ഈ നമ്മുടെ ഈമാൻ അള്ളാഹു കബൂലാക്കി കിട്ടിയാൽ നമ്മുടെ ശേഷമുള്ളവരെക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടു മുമ്പ് കഴിഞ്ഞ് ഈമാൻ ശരിയാകാത്തവരെക്കാൾ നമുക്ക് വിജയിക്കാം. പക്ഷേ ഈമാൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ താഴെ പറയുന്ന 3-4 അടയാളങ്ങളുണ്ട്. ആർക്ക്? ഈമാനിൽ കമാലിയത്തുള്ള ആളുകൾക്ക്, പൂർണ്ണത പ്രാപിച്ചവർക്ക്. ആ അടയാളങ്ങൾ നമ്മിൽ ഓരോരുത്തരിലേക്കും ചേർത്തി വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് മുജാഹദയാണ്, തീവ്ര പരിശ്രമം. ആ പരിശ്രമം ഉണ്ടായില്ലെങ്കിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈമാൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നാരെങ്കിലും ഒന്ന് പിടിച്ച് വലിച്ചാൽ അത് താഴോട്ട് താഴ്ന്നു പോകാൻ സമയം ഉണ്ട്. അല്ലെങ്കിൽ മരണത്തിന്റെ നൊമ്പര വേദനയിൽ പാറിപ്പറഞ്ഞു പോകാൻ ശരിയായ അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും പതറാതെ, ഒരു സമയത്തും ഇളകാതെ ഈമാനിക സ്ഥൈര്യത്തോടെ നിലകൊള്ളണമെങ്കിൽ സൂറത്തുൽ ഹുജറാത്തിലെ 15-ാം സൂക്തത്തിൽ പറയുന്ന അടയാളങ്ങൾ, അത് അൽ മുഅ്മിനൂനൽ കുമ്മൽ, പൂർണ്ണത പ്രാപിച്ച വിശ്വാസികൾക്ക് അള്ളാഹു പറഞ്ഞ ലക്ഷണങ്ങളാണ്. ഖുർആൻ പണ്ഡിതർ ഇത് ഓരോന്നോരോന്നായി ചിക്കി ചികഞ്ഞ് വിശദീകരിക്കുന്നുണ്ട്. ഈമാൻ നിങ്ങളെ കൽബിൽ കടന്നിട്ടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നിട്ട് ആമന്ന എന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞു.
നമ്മൾ ആരെ മുന്നിൽ ആമന്ന പറഞ്ഞ്? അത്തരത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും മുന്നിൽ നമ്മൾ ആമന്ന പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ കാര്യത്ര ബേജാറാ. ശരിക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കണ്ട് വിലയിരുത്തിയിട്ട് ശരിക്കു പറയാൻ പറ്റുന്ന, അറിയിച്ചു കൊടുക്കാൻ പറ്റുന്ന, തിരുത്തി കൊടുക്കാൻ പറ്റുന്ന, ഈ രൂപത്തിൽ ഉള്ളും പുറവും ഒക്കെ നോക്കി മനസ്സിലാക്കി വൃത്തിയാക്കി നന്നാക്കാൻ പറ്റുന്ന, അങ്ങനെ ആരെയും മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കുറവാക്കി കാണിക്കാതെ ഉയർത്തുന്ന നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ചാണ് ഈ അഅറാബികൾ പറഞ്ഞത് ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു. വിശ്വസിച്ചു എന്ന് പറഞ്ഞ അവരോട് പറഞ്ഞു, ഒറ്റടിക്ക് അങ്ങനെ പറയാനായിട്ടില്ല കേട്ടോ. ഖൂലു അസ്ലംന, നിങ്ങൾ ഞങ്ങളൊക്കെ വഴിപ്പെട്ടു, അനുസരിച്ചു, ഞങ്ങൾ ഒതുങ്ങി തന്നു, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചോളാം. ഇനി ഞങ്ങളെ ഭാഗത്ത് നിന്ന് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒരു എതിർപ്പും ഉണ്ടാകൂല. ഞങ്ങൾ ആരോടെങ്കിലും സഖ്യം ചേർന്നിട്ട് നിങ്ങളെ എതിർക്കാനോ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെ എതിർക്കാനോ ഞങ്ങൾ ഉണ്ടാകൂല. അസ്ലംന, നിങ്ങൾ അത് പറഞ്ഞാൽ മതി. ഈമാനെ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളെ കൽബിൽ അങ്ങോട്ട് ഈമാൻ കടന്നിട്ടില്ല. നമ്മളെ കൽബിലൊക്കെ കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഈമാന് ശരിക്കങ്ങോട്ട് കൽബിൽ കടന്നിട്ടുണ്ടെങ്കിൽ, തറുവായിട്ടുണ്ടെങ്കിൽ അതിന് 3 അടയാളങ്ങളുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞ ഹദീസ് പിറകെ നമുക്ക് വായിച്ചു മനസ്സിലാക്കാം. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അങ്ങ് ശരിയായി ഒരു പേടിയും ഒരു വെപ്രാളവും ഒരു പ്രയാസവും സഹിക്കാതെ അങ്ങോട്ട് ശരിയായി കിട്ടുന്നതാണ് ഈമാന് എന്ന് ധരിച്ചു വശാകരുത്. ഈമാനിൽ അല്ലാഹു തആല ഏറ്റവും അധികം സർട്ടിഫൈ ചെയ്ത ആളുകളാണ് സ്വഹാബിമാർ. അവരെ പോലെ അല്ലാഹു ഖുർആനിലൂടെ ഈമാൻ അവരുടേത് ശരിയാണ് എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞ മഹാന്മാരാരാണ്? അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഈമാനെ പറ്റി ഒരു സ്ഥലത്തല്ല, ഒന്നിലധികം സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവർ തികഞ്ഞ ഉറച്ച പൂർണ്ണാർത്ഥത്തിൽ എല്ലാം തികഞ്ഞ വിശ്വാസികളാണ്. അവരെ പോലെ വിശ്വാസികൾ പിൽക്കാലത്ത് ആരുണ്ട്? ആ സ്വഹാബയുടെ പേടി എന്താണെന്നറിയോ? ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അദ്റക്തു 20 മിനസ് സ്വഹാബ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അദ്റക്തു 20 മിനസ് സ്വഹാബ. 20 സ്വഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോടൊപ്പം ജീവിച്ചിട്ടുണ്ട്, രാവും പകലും കഴിച്ചു കൂട്ടിയിട്ടുണ്ട്, അവരുടെ ആരാധനകൾ കണ്ടിട്ടുണ്ട്. കുല്ലുഹും കാനൂ യഖാഫൂനൻ നിഫാഖ്. ആ 20 സ്വഹാബിമാർക്കും പേടി ഈമാനിൽ കാപട്യം കടന്നുകൂടിയേക്കുമോ, അതിന്റെ എന്തെങ്കിലും ഒരു അസർ, ഒരു അടയാളം, ഒരു കല വന്നേക്കുമോ എന്ന് പേടിയായിരുന്നു. ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു സ്വഹാബത്തിന്റെ പേടിയെപ്പറ്റി. അവരാരാ സഹോദരങ്ങളെ? അവരെ പറ്റി അള്ളാഹു പറഞ്ഞത് അവരെ ഈമാൻ ശരിയാണെന്നല്ലേ? ഈമാൻ അല്ലാഹു തആല ശരിയാണെന്ന് പറഞ്ഞ വിഭാഗം, അത്തരത്തിൽ ശ്രേഷ്ഠതയുള്ളൊരു വിഭാഗം ഈ സമൂഹത്തിൽ വേറെയില്ല. അവർക്കും പേടി ഈമാനിന്റെ വിഷയത്തിലായിരുന്നു. കണ്ടോ, നിങ്ങൾ മുന്നിൽ വന്നിട്ട് ആമന്നാന്ന് പറഞ്ഞവരോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലം തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, ഈമാനുള്ളവരായിട്ടില്ല, വലാകിൻ ഖൂലൂ അസ്ലംനാ, നിങ്ങൾ മുഅ്മിനീങ്ങളാകൂലെന്നല്ല, ഇപ്പ ആയിട്ടില്ല, ഇപ്പൊ നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റിയ വാക്ക് അസ്ലംനാ, ഞങ്ങളിതാ മുസ്ലിങ്ങളായിരിക്കുന്നു, സമർപ്പിക്കാൻ റെഡിയായി വന്നിരിക്കുന്നു, ഇസ്ലാം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകളിൽ ഈമാൻ കടന്നിട്ടില്ല. കടന്നിരുന്നുവെങ്കിൽ, ശരിക്കങ്ങ് കടന്നിരുന്നുവെങ്കിൽ ഈ വാക്ക് നിങ്ങൾ പറയൂല. കാരണം നിങ്ങളുടെ കൽബിൽ വരുന്ന ആത്മീയമായ അനുഭൂതി കൊണ്ട്,
അത് നന്നായി ഒന്ന് ഉറപ്പിക്കാനും അത് ചിട്ടവട്ടത്തോടുകൂടെ നന്നാക്കിയെടുക്കാനും പ്രസരിപ്പിക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുക. വാദഗതിയുമായി നിങ്ങൾ മുന്നോട്ട് വരില്ല. വഇൻ തുതീഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ശൈആ. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വഇൻ തുതീഉല്ലാഹ വറസൂല, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും നിങ്ങൾ വിധേയപ്പെട്ടു ജീവിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറവ് വരരുത്. അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും നിങ്ങൾ വിധേയപ്പെട്ട് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ലാ യലിതുകും മിൻ അഅമാലികും ശൈആ, നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് ഒന്നും തന്നെ അല്ലാഹു കുറക്കുകയില്ല, ചുരുക്കുകയില്ല. പക്ഷേ ആ ഇത്വാഅത്ത്, ആ അനുസരണം ശരിയാകണം. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, വഴിപ്പെടുന്നത് ശരിയാകണം. അങ്ങനെ നിങ്ങളെ കർമ്മങ്ങളിൽ തികഞ്ഞ അനുസരണമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കുറവ് വരാനില്ല. അഥവാ എവിടെങ്കിലും ചെറിയ കുറവുണ്ടെങ്കിൽ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അത് അല്ലാഹു പൂർത്തീകരിച്ചു തരും. കാരണം അല്ലാഹു ഗഫൂറും അല്ലാഹു റഹീമുമാണ്. ചെറിയ കുറവുകളൊക്കെ അല്ലാഹു പൂരിപ്പിച്ചു തരും. വലിയ കുറവുകൾ വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. അനുസരണം നിങ്ങൾ പൂർണ്ണമാക്കണം. എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആമന്ന എന്ന് പറഞ്ഞ ഉന്നതമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താം. അത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, അടുത്ത ആയത്തും കൂടി ഒന്ന് അർത്ഥം വെക്കട്ടെ, എന്നിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും തികഞ്ഞ വിശ്വാസികൾ, പൂർണ്ണത പ്രാപിച്ച വിശ്വാസികൾ. അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും അവർ വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിച്ചു എങ്കിൽ പിന്നെ അവർക്ക് വിശ്വാസത്തിന്റെ ഒരു ഉറപ്പെന്താണ്? സുമ്മലം യർതാബൂ, പിന്നെ അവർ സംശയിച്ചിട്ടേ ഇല്ല. അവിടെ കുറെ ആൾക്കാർ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകേണ്ടതുണ്ട്. സുമ്മലം യർതാബൂ, വിശ്വാസം കരുത്താർജിച്ചിട്ടുണ്ട്, ഉറച്ചിട്ടുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ തെളിവ്, വിശ്വാസം ശരിക്ക് കൽബിൽ വന്ന ശേഷം പിന്നെ അവർക്ക് സന്ദേഹം വന്നിട്ടില്ല. ആരിൽ? അല്ലാഹുവിൽ സംശയം വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനും സംശയം വന്നിട്ടില്ല. അത് ശരിക്കങ്ങോട്ട് അടിയുറച്ച് സ്വീകരിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടെണ്ണം അവിടെ പറഞ്ഞു. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം. വജാഹദൂ, അവർ തീവ്ര പരിശ്രമം നടത്തി. ബിഅംവാലിഹിം, അവരുടെ സമ്പത്തുകൾ കൊണ്ട്, അവരുടെ സമ്പത്തുകൾ കൊണ്ട് അവർ തീവ്ര പരിശ്രമം നടത്തി. വഅൻഫുസിഹിം, അവരുടെ ശരീരങ്ങൾ കൊണ്ടും. ഫീ സബീലില്ലാഹ്, അല്ലാഹു പൊരുത്തപ്പെടുന്ന മേഖലയിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരവും സമ്പത്തും കൊണ്ട് തീവ്രമായ പരിശ്രമം, അധ്വാനം നടത്തി. അങ്ങനെ അധ്വാനം നടത്തിയ ആളുകൾ, ഉറച്ച വിശ്വാസം സ്വീകരിച്ച ആളുകൾ, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ തന്നെയാണ് സത്യസന്ധതയുള്ളവർ, അവർ തന്നെയാണ് സത്യവാന്മാർ. അപ്പൊ ഈ അടയാളങ്ങളൊക്കെ സ്വീകരിച്ച് സൂക്ഷിച്ച് അതിന്റെ പ്രധാനപ്പെട്ട തലത്തിലേക്ക് ഉയരുന്ന ആളുകൾ അവരാണ് സ്വാദിഖൂൻ. കുറച്ചുകൂടി മേലോട്ട് പോയാൽ സിദ്ദീഖീൻ എന്ന പദവിയിലേക്ക് അവർ ഉയർന്നെത്തുന്നത്. ഈമാൻ കാമിലായ രൂപത്തിൽ തന്നെ കൊണ്ടു നടക്കാനും സൂക്ഷിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറാബികൾ പറഞ്ഞു വന്ന അവസ്ഥയും, എന്തേ അവരോട് ആമന്ന എന്നൊക്കെ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പിന്നെ നിങ്ങൾ ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം? അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മളെ കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ചില കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലാകുമ്പോ ഒരു സമാധാനാണ്. അങ്ങനെയല്ലേ? നമ്മളെ ഈമാന് മാത്രല്ല അമലും അങ്ങനല്ലേ? ഇപ്പൊ ഒരാളെ ഓത്ത്
ഖുർആൻ ഓതുന്ന ഓത്ത് ശരിയായി ഖുർആനിൽ പഠിക്കൽ നിർബന്ധമായ ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ. ഫർള് ഐനാണ്. സർവ മുസ്ലിം സഹോദരി സഹോദരനും ഫാത്തിഹ സൂറ പഠിക്കൽ ഫർള് ഐനാണ്. ആ ഫാത്തിഹ സൂറയിലെ അക്ഷരങ്ങളൊക്കെ മൊഴിഞ്ഞ് റെഡിയായി നിങ്ങളെ ഫാത്തിഹ ശരിയാണ് എന്ന് മുത്തസിലായ മുസൽസലായ സനദുള്ള ഒരു ഖാരി സമ്മതിക്കുമ്പോഴാണ് ആശ്വസിക്കാൻ ഒരു വകുപ്പ്. ഇപ്പൊ ഫാത്തിഹ ശരിയായിട്ടൊന്നും നോക്കിയാണ് നമ്മളെ പല നാട്ടിലും ഖുർആന്റെ ഹിസ്ബിന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് ഹിസ്ബോത്ത് നടത്തുമ്പോൾ ആൾക്കാർക്കൊക്കെ അത് ഒന്ന് വേക്കോട്ടാണ്, ഒന്ന് പിറകോട്ടണേ. ഇനിയിപ്പോ ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഇനിയിപ്പോ മാറ്റി നിസ്കരിക്കാനാവൂല, ഇനിയിപ്പോ മാറ്റി ഓതാനാകൂല, ആ ഓത്തന്നെ അങ്ങ് പോയിക്കോട്ടെ, ഇനിയിപ്പോ അതിലൊന്നും തിരുത്താനാകൂല. സഹോദരിമാരൊരു പക്ഷേ കുറെ കൂട്ടം കൂടിയിട്ട് പഠിക്കാൻ തയ്യാറായാലും നമുക്ക് ഒഴിവുണ്ടായാലും പുരുഷന്മാരിൽ നല്ലൊരു വിഭാഗം മടിയന്മാരാണ് എന്ന് പറയുന്നത് ആക്ഷേപമായി കരുതുന്നുണ്ടെങ്കിൽ സഹിക്കുക. അങ്ങനെ തന്നെയാണ് ബാലുന്നാസ് മൂല്യന്മാര് വരെ. അങ്ങനെ പറഞ്ഞാൽ തെറ്റാകൂല എന്ന് പറയാൻ കാരണം ഒരു ഖാരി ഒരു സ്ഥലത്ത് പോയി കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് പോയി ആ നാട്ടിലെ മുഅല്ലിമീങ്ങൾ വരാൻ പറഞ്ഞ് ആ നാട്ടിൽ മൊത്തം പഠിപ്പിക്കുന്ന മുഅല്ലിമുകൾ 150 എണ്ണമുണ്ട്. നാട് ഏതാന്ന് ചോദിക്കരുത് ദയവ് ചെയ്തിട്ട്, അങ്ങനെ പുറത്താരും കേൾക്കേണ്ടി അവർക്ക് വിഷമാകുമല്ലോ, അതുകൊണ്ട് വിഷയം പറയാം. പക്ഷെ അയാൾ അവിടെ എത്തി നോക്കുമ്പോ 150 ആളുകൾ പേര് എഴുതി വരാമെന്നൊക്കെ നിശ്ചയിച്ച് 40 ദിവസത്തെ ഹിസ്ബാണ്. ഖുർആൻ മിന്നവ്വലി ഇലാ ആഖിരി ഊതാണ്. അപ്പൊ ഒരു ഖാരി ആണ് ഓതുന്നത്. ആ ഖാരിന് ശരിക്ക് സനദുണ്ട്. ആരിലേക്ക്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഗുരുനാഥന്മാരോട് എത്തുന്ന സനദുണ്ട്. ഈ സനദുള്ള ഖാരി ശരിക്ക് അവരെ ഓത്ത് കേൾക്കാണ്. അവർ ഓരോരുത്തരായി ഓതുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു ഖത്അ വന്നാൽ തിരുത്തി കൊടുക്കും, എന്നിട്ട് വീണ്ടും ഓദിപ്പിക്കും. എന്തൊരു സുഖാണ്. അങ്ങനെ ഫാത്തിഹൊക്കെ നമ്മൾ ശരിയാക്കിയെന്ന് കണ്ട അൽഹംദുലില്ലാഹ് എന്തൊരു ഉറപ്പാണ്. ആ ഫാത്തിഹ ഖബർസ്ഥാനിൽ ഓതിയാലും, ആ ഫാത്തിഹ മരിച്ചെടുത്ത് ഓതിയാലും, ആ ഫാത്തിഹ വാളിന്റെ മജ്ലിസിൽ ഓതിയാലും, ആ ഫാത്തിഹ വീട്ടിൽ ഓതിയാലും, ആ ഫാത്തിഹ കൊണ്ട് എന്തെല്ലാം മുറാദുകൾ നേടേണ്ടതുണ്ട് ഓരോന്നിനും ഓതിയാലും അള്ളാഹു കബൂൽ ചെയ്യും. പക്ഷെ വന്നത് 22 ആൾക്കാരാണ്. അതാണ് ഞാൻ ബാലുന്നാസ് മൂല്യന്മാരാണ് ഇവിടെ ആരെങ്കിലും നിങ്ങൾ കരുതണ്ട. അങ്ങനെ ഒരു വാക്യത്തിന്റെ പിന്നാലെ വന്നതുകൊണ്ട്, സംഭവത്തിന്റെ പിന്നാലെ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ എന്താ വരാത്തവരോട് ഒറ്റക്കൊറ്റക്ക് ഇയാളൊന്ന് അന്വേഷിച്ചു എന്താ വരാത്തത്? അപ്പൊ അവര് പറഞ്ഞെന്താ അറിയും, അഥവാ ഞങ്ങൾ ഓത്ത് തെറ്റാണെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ ഞങ്ങളൊക്കെ വഷളാകൂലേ. അപ്പൊ ചെയ്യുന്ന നിസ്കാരം എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോട്ടെ, ആരും വന്ന് എത്തിവെക്കൂലല്ലോ. അപ്പൊ ഇനി ഉറക്കോതണ്ടി വന്നാലോ? ഉറക്കോതണ്ടി വന്നാ അങ്ങനെ നീട്ടി വലിച്ചോതണം. അപ്പൊ വേക്കുള്ളൂ അതങ്ങനെ തന്നെ. അത് മുന്നിലാൽ എന്താ പറയുന്നത്? ആരോ മുന്നിൽ വന്ന് ചുണ്ടിലേക്ക് നോക്കൂ, നാവിലേക്ക് നോക്കൂ, പല്ലിലേക്ക് നോക്കൂ. അവിടെ ഇങ്ങനെ ഒരു രാഗമുണ്ട്, ഒരു മുഴക്കുണ്ട്, അതങ്ങനെ പോകുന്നുണ്ട്. വേക്കുള്ള ആൾക്കാരൊക്കെ അവരും പറയുന്നുണ്ട്. അല്ല എന്താ? അപ്പൊ വിശ്വാസ രംഗത്ത് ഉറപ്പിക്കാൻ പറ്റിയ ഒരു നേതാവിന്റെ മുന്നിൽ നമുക്കാർക്കും ആമന്ന എന്ന് പറയാനുണ്ടോ ഇവിടെ? ഇല്ല. കർമ്മരംഗത്ത് സുഹൃത്തുക്കളെ അബദ്ധങ്ങളൊക്കെ മാറ്റണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ പഠിച്ച് നന്നായി ശരിയായി ഓതുന്ന ആള് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തൊള്ളയിലെ പല്ലൊക്കെ പോയി, പല്ല് പോയാലും മഹ്റജിന്റെ ഭാഗത്തേക്ക് നാവ് തട്ടിക്കാൻ പറ്റുന്ന രൂപത്തിൽ തൊണ്ണ് അള്ളാഹു തന്നിട്ടുണ്ട്. പല്ലുമല് തട്ടുന്ന ആ ഒരു സ്വരല്ലെങ്കിലും തൊണ്ണിന് തട്ടിക്കുമ്പോഴുള്ള ഒരു സ്വരം ഉണ്ടാവുന്നത്. അതേ അച്ചുണ്ടല്ലോ തൊണ്ണിന്, പല്ല് നിൽക്കുന്ന അതേ പോയിന്റ് തൊണ്ണുണ്ടല്ലോ. ചെറിയൊരു സ്വരമാറ്റം ഉണ്ടാകുന്നേ കുഴപ്പമൊന്നും ഉണ്ടാകൂല. അപ്പൊ അയാൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച ആളാണെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചോതുന്ന ആൾക്കാർ ഓത്തൊക്കെ ശരിയായിരിക്കും. ഫാത്തിഹ മഖ്ബൂലാകണമെങ്കിൽ അങ്ങനെ വേണ്ടേ? ശരിക്ക് നമ്മളെപ്പോഴും പരിഗണിക്കേണ്ട ഒരു വിഷയമാണത്. നന്നായി ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട വിഷയമാണ്.
നിങ്ങൾ കണ്ടില്ലേ ഒരു കുട്ടി ഇഖ്റ ബിസ്മി ഓതിയത്? എന്ത് സൗന്ദര്യമുണ്ട്! നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ ആരെങ്കിലും ഓതിയിരുന്നു? അത് വലിയ ഒരു സന്ദർഭമാണ്. ഖുർആൻ ചെറുപ്രായത്തിൽ തന്നെ കറകളൊന്നും ബാധിക്കാതെ വേറെ ചിത്രങ്ങളൊന്നും വരാതെ കൽബിലേക്ക് അങ്ങോട്ട് സ്വീകരിച്ചാൽ അത് അവിടെ നല്ലോണം ഉറച്ചു കിടക്കും. പിന്നെ സുഗമമായി സുന്ദരമായി ഓതാൻ കഴിയും, ഒരു പ്രയാസമില്ല. നമ്മുടെ കാലത്ത് നമ്മളെ പ്രായത്തിലാണ് കൊണ്ടുവന്ന് നിർത്തി ഓദിച്ചെങ്കിൽ ഒരു 2-3 സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ ഇഷ്ടം ചുരുക്കി ഉണ്ടാകൂടെ, ഒരു തപ്പിത്തടയുന്ന സ്റ്റോപ്പ്. ഇഖ്റ ബിസ്മിയല്ലേ ഓതിയത്? ആദ്യം അവതരിച്ച ഭാഗങ്ങളല്ലേ ഓതിയത്? കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമുണ്ട്. അപ്പൊ ഓത്ത് എല്ലാവരും ക്ലിയറാക്കി ഓതണം. നോൺ സ്റ്റോപ്പായിട്ട് ഓതാൻ കുറെ ആൾക്കാരുണ്ട്. സ്റ്റോപ്പില്ലത്, അത് വെള്ളിയാഴ്ചയാണ്, അത് പെട്ടെന്ന് തിരിയാം. അൽക്കഹഫൊക്കെ ഓതുമ്പോ വഖഫൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പോകും, ഒരു പോക്കങ്ങനെ പോകും. ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹു ഹു എന്നാണ്. പിന്നെ അങ്ങനെ പോകും, ഒരു പോക്കങ്ങനെ പോവാണ്. ഞാൻ ഒരു അടുത്ത വെള്ളിയാഴ്ച അൽക്കഹഫ് ഓതാക്കണ്ട കേട്ടോ, ഓതിക്കോളി. അതിനത് സ്വീകരിക്കപ്പെടുന്ന അത്ര സ്വീകരിച്ചേക്കും. ഓത്ത് പഠിക്കണം. അപ്പൊ പ്രായം കുറെ ഉള്ള ആൾക്കാർക്ക് പഠിക്കാൻ കഴിയും. കാരണം ഖുർആൻ പഠിക്കാൻ അല്ലാഹു തആല എളുപ്പമാക്കി തന്നു എന്ന് അല്ലാഹു പറഞ്ഞതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. എത്ര വട്ടാ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു? ഒരു പ്രാവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യമാണ് നിർത്തുക, ഒരു പ്രാവശ്യം ഒന്നല്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആൻ പഠനം നാം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ. പക്ഷേ അത് ഉൾക്കൊണ്ട് ചിന്തിച്ച് അതിലേക്ക് തിരിയുന്നവരാരെങ്കിലുമുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ഖുർആൻ പഠനത്തിന് അങ്ങനെയുള്ള ഒരു മുഅല്ലിമത്ത്, ഓതിത്തരുന്ന ഒരു ഉസ്താദത്തിന്റെ ശൈലി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒഴിവ് കഴിവുകളൊക്കെ വെച്ച് സ്വീകരിച്ച് നന്നായി പഠിക്കണം. അത് കൂടുതൽ വേണ്ടൊരു വിഷയമാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തുന്നതിന്റെ മുമ്പ് മദീനയിൽ ഓത്ത് പഠിപ്പിക്കാൻ ആളെ വിട്ടിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞിരുന്നല്ലോ. മദീനയിലേക്ക് തങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് മദീനയിൽ ഓത്ത് പഠിപ്പിക്കാൻ ഒരു സ്വഹാബിയെ, ഏതെങ്കിലും ഗോത്രക്കാര് വന്ന് തങ്ങളെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി കുറഞ്ഞ നേരം അവിടുന്ന് നിർദ്ദേശം കേട്ട് അവര് പോകുമ്പോൾ അവര് പറയും, ഞങ്ങൾക്കൊരാളെ വേണം. എന്തിന്? ഓത്ത് പഠിപ്പിച്ചു തരാൻ, നിസ്കാരം പഠിപ്പിച്ചു തരാൻ, ബാക്കി കർമ്മങ്ങളൊക്കെ ശീലമാക്കി തരാൻ. ഓരോരുത്തർക്ക് അങ്ങനെ ഓരോരുത്തരെ വിട്ടുകൊടുക്കാറുണ്ട്. അങ്ങനെയാണ് കൃത്യമായും അവര് പഠിക്കുന്നത്. തങ്ങളെ വഫാത്തിന്റെ മുമ്പ് തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ കാലശേഷം നിങ്ങൾ 6 പേരിൽ നിന്ന് ഖുർആൻ ഓതി കേട്ടു പഠിക്കണേ. 6 ആളെ പേര് എണ്ണി എണ്ണി പറഞ്ഞു. കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മറ്റൊരു മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. വേറെയും സ്വഹാബിമാരുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ ഓത്ത് കേട്ടു പഠിക്കണം. അഥവാ ഒരു ഓത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ ഹാജരാക്കി മാറ്റം വരുത്തി ഓതിയ ആളോട് ഓതാൻ പറഞ്ഞ് തങ്ങൾ കേൾക്കാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരാളെ പിടികൂടി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഓതുന്ന രൂപത്തിലല്ല മൂപ്പര് വേറെ ശൈലിയിലാണ് ഓതുന്നത്. അപ്പൊ ആ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഓത്ത് എവിടുന്ന് കിട്ടിയതാ? ആ സ്വഹാബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നതാ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഓതി തന്നത്? എനിക്ക് ഇങ്ങനെയല്ല ഓതി തന്നത്. എന്നാ വരെ നമ്മൾ പോകാന്ന് പറഞ്ഞു. പോയി. 2 പേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതിപ്പിച്ചു. ഉമറേ നിങ്ങൾ ഓതു. കൊണ്ടുവന്ന കൂട്ടുകാരനോടും പറഞ്ഞു നിങ്ങൾ ഓതു. 2 പേരും ഓതിയപ്പോൾ തങ്ങൾ പറഞ്ഞു, ഹാകദാ ഉൻസിലത്, ഹാകദാ ഉൻസിലത്. ഇങ്ങനെയും ഓത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയും ഖിറാഅത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടും ശരിയാണ്. അത് ആളുകളുടെ സുഖത്തിന് വേണ്ടിയാണ്. ഉൻസിലൽ ഖുർആനു അലാ സബ്അത്തി അഹ്റുഫ്. 7 ശൈലി. ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം 7 ശൈലിയല്ല 10 ശൈലി എന്ന് തന്നെ സ്വീകരിക്കണമെന്നാണ് സുബുക്കി ഇമാം തങ്ങൾ ജമ്മുൽ ജവാമിയിലൂടെ പറഞ്ഞത്. ഇരിക്കട്ടെ 10 ആണെങ്കിൽ 10. ആ ശൈലി ഒരു ശൈലിയിലെങ്കിലും
നമ്മൾ ഓതുന്ന ബിരിവായത്തി ഹഫ്സിൻ അൻ ആസിമിൻ റളിയല്ലാഹു അൻഹുമാ അവർ റിവായത്ത് അനുസരിച്ചുള്ള ഓത്തെങ്കിലും നമ്മൾ കൃത്യമായൊന്ന് പഠിക്കണം. അതില് തകരാറ് കാണിക്കരുത്. കുട്ടികളൊക്കെ നന്നായി ഭാഷാശാസ്ത്രം പഠിക്കണം, പക്ഷെ അത് മാത്രം അറിഞ്ഞാൽ പോരാ. എഴുത്ത് പഠിക്കണം, അത് മാത്രം അറിഞ്ഞാൽ പോരാ. ഇതൊക്കെ അറിയുന്ന കുട്ടിക്ക് ഖുർആനോത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പോരായ്മയാണ്. ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയും, മലയാളം അറിയും, മാത്സും അറിയും, സയൻസും അറിയും, അള്ളാഹുവിന്റെ ഖുർആനൊന്നും ഓതാൻ അറിയില്ല. എന്നാ അറിവ് ആയിട്ടില്ല. അറിവ് തീരെ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരെ ആയിട്ടില്ല. വിശുദ്ധ ഖുർആനാണല്ലേ കാര്യമായിട്ട് പഠിക്കേണ്ടത്. അതുകൊണ്ട് ആ അറിവ് നുകർന്നു നൽകുന്നതിൽ നല്ല നല്ലവണ്ണം പഠിച്ച ഉമ്മമാരെ കുട്ടികളെ ഉപയോഗപ്പെടുത്തി ഓതിക്കൊടുക്കണം. അവർ ഓതുന്നത് ശരിക്ക് ശ്രവിക്കണം. നമ്മുടെ ഓത്തും നമ്മൾ നന്നാക്കണം. കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞതാണ്. ഇരിക്കട്ടെ, ഈമാൻ ശരിയാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്നാണ് അഅറാബികൾ പറഞ്ഞത്, ഖാലത്തിൽ അഅറാബു ആമന്നാ. അഅറാബികൾ സുക്കാനുൽ ബാദിയ, അഹ്ലുൽ ബാദിയ, മലഞ്ചെരുവിൽ താമസിക്കുന്നവർ, നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ അത്ര ചൊറുക്കും ചൊങ്കൊന്നും ഉണ്ടാകൂല. ഒരു നാടൻ കാടൻ പ്രദേശവാസികളുടെ രൂപഭാവമാണ് സംസാരത്തിലൊക്കെ. അതുകൊണ്ടാണ് സ്വഹാബത്ത് പറയാറുള്ളത്, അഅറാബികൾ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്, പക്ഷേ നല്ല നല്ല ചോദ്യങ്ങൾ അവർ ചോദിക്കും, അവരുടെ ശൈലി പലപ്പോഴും ഞങ്ങൾക്ക് പിടിക്കൂല. അറാബികൾ വന്ന് നല്ല ചോദ്യമായിരിക്കും ചോദിക്കുക. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കും എന്നൊരു പേടി കാരണം ഞങ്ങൾ പിന്മാറാറാണ്. അങ്ങനെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം അവർ ചോദിക്കും, പക്ഷെ അവരെ ശൈലി ശരിയാകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പറയാറുണ്ട് സ്വഹാബത്ത്, ഓ ഖുദൂദു മിൻ സൗതിക്, ഒന്ന് സൗണ്ട് കുറക്കണേ, ഇങ്ങനെ വിളിക്കരുത്, ഒന്ന് സൗണ്ട് കുറക്കണേ. അവരതൊന്നും പരിഗണിക്കൂല. ചിലപ്പോ ആ ഒരു രൂപഭാവത്തിലേക്ക് എത്താത്തതുകൊണ്ടാണ്. എന്നാലും നല്ല ചോദ്യം ചോദിക്കും. അപ്പൊ ആ ചോദിക്കുന്നത് സ്വഹാബത്തിന് വലിയ ഇഷ്ടമാണ്. പുതിയ പുതിയ അറിവുകൾ കിട്ടുകയല്ലേ. ആ അറാബികൾ വന്നു പറഞ്ഞ വിഷയം അത് പറയുന്നു ഖുർആൻ. അവിടെ പറഞ്ഞു നോക്ക്, നിങ്ങൾ വന്നത് പുരുഷന്മാരാണ്, എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാലത്ത്. കാലത്ത് എന്ന് പറയുന്നത് സ്ത്രീകളെ പറ്റി പറയുമ്പോഴാണ്. കാലത്തിൽ അഅറാബു, അതിന് ഖുർആൻ മുഫസ്സിറുകൾ പറയുന്ന വിഷയം, ഇവിടെ കാലത്തിൽ അഅറാബു എന്ന് താ ചേർത്ത് പറയാനുള്ള കാരണം ലിദ്ദലാലത്തി അലാ നുഖ്സാനി അഖ്ലിഹിം, അവർക്ക് ബുദ്ധി കുറവാണ് എന്ന് അറിയിക്കാനാണ്. അതേ സമയത്ത് ബുദ്ധിമതികളായ സ്ത്രീകളെ പറ്റി പറഞ്ഞിടത്ത് അല്ലാഹു കാലത്ത് പറഞ്ഞിട്ടില്ല. വഖാല നിസ്വതുൻ ഫിൽ മദീന ഇംറഅത്തുൽ അസീസ് തുറാവിദു ഫതാഹാ അൻ നഫ്സി ഖദ് ശഗഫഹാ ഹുബ്ബാ ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആകർഷിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്ത് കൊതിച്ച സലീഹയെ പറ്റി, ഇമ്രാത്തുൽ അസീസിനെ പറ്റി പുറത്ത് പറഞ്ഞു നടന്ന, നാട്ടുകാരിലൂടെയൊക്കെ പറഞ്ഞു നടന്ന സ്ത്രീകൾ, അവരെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ വഖാലത്തു നിസ്വത്തുൻ എന്നല്ല പറഞ്ഞത്, വഖാല നിസ്വത്തുൻ ഫിൽ മദീന, ആ നഗരത്തിൽ താമസിക്കുന്ന സ്ത്രീകൾ പറഞ്ഞു. അവര് അസീസ് രാജാവിന്റെ ഭാര്യയെ ആക്ഷേപം പറഞ്ഞു. ഇങ്ങനെ വീട്ടിൽ വന്ന ചെറുപ്പക്കാരനുമായി ഈ രൂപത്തിൽ ബന്ധം സ്ഥാപിക്കുന്ന വിഷയമാണല്ലോ ഉണ്ടായത്, ശരിയല്ല. അപ്പൊ ആ സ്ത്രീകളെ പറ്റി പറഞ്ഞിടത്ത് കാലത്ത് പറയാതെ കാല പറഞ്ഞത് വദാലിക യലീകു ബിൽ ഉഖലാഇ, അങ്ങനെ വല്ല വിഷയങ്ങളും ഉണ്ടാകുമ്പോ വിമർശിക്കുക എന്നുള്ളത് ബുദ്ധിമാന്മാർക്ക് ചേർന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവരെ പറ്റി കാലാന്ന് പുരുഷന്മാരെ പറ്റി പറയും പോലെ പറഞ്ഞത്. അവിടെ ഫായിലായി വന്നത് സ്ത്രീകളാണ് എന്ന് വ്യക്തമാണ്, ആർക്കും തർക്കമില്ല. എന്നിട്ട് അല്ലാഹു വഖാലത്ത് നിസ്വത്തുൻ എന്ന് പറഞ്ഞില്ല, വഖാല നിസ്വത്തുൻ എന്നാ പറഞ്ഞത്. ഇവിടെയോ, ഇവിടെ വന്നത് പുരുഷന്മാരായിട്ടും കാലത്തിൽ അഅറാബു, അഅറാബികൾ പറഞ്ഞു എന്ന് സ്ത്രീകളെ പറ്റി പറയും പോലെ കാലത്ത് എന്ന് പറഞ്ഞത് അവരുടെ ബുദ്ധിക്കുറവിനെ അറിയിക്കാനാണ്. ആരാണ് ഈ വന്ന അഅറാബികൾ? ബനൂ അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘമാണ്. അവര് മദീനയിൽ മുന്നിട്ട് വന്നു. വരൾച്ച ബാധിച്ചൊരു സമയമായിരുന്നു അന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അവര് പറഞ്ഞു, അവര് പറഞ്ഞതാണ് സത്യത്തിൽ ഈ തിരുത്തു വരാനുള്ള കാരണം. ഷഹാദത്ത് കലിമ ചൊല്ലി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ താമസിക്കുമ്പോ ഇടക്കിടക്ക് വന്നിട്ട് അവര് പറയും, അതത്കൽ അറബു ബി അൻഫുസിഹാ അലാ ളുഹൂരി റവാഹിലിഹാ. അറബികളൊക്കെ നല്ല ഹൈ ലെവൽ വാഹനങ്ങളിൽ വന്ന് തങ്ങളെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമൊക്കെ ചൊല്ലും. ഞങ്ങൾ പരമസാധുക്കളാണ്. ഞങ്ങൾ ഭാര്യമാരും സന്താനങ്ങളൊക്കെ കൂട്ടി ഞങ്ങളെ കെട്ടും പാണ്ടൊക്കെ പേറിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവരൊന്നും യുദ്ധത്തിന് വരും പോലെ ഞങ്ങൾ യുദ്ധത്തിന് വരാറില്ലല്ലോ. അപ്പൊ ഞങ്ങളാണ് അവരെക്കാളും കേമന്മാരും നല്ല ഉറച്ച വിശ്വാസികളും എന്ന ഒരു സ്വരത്തിൽ അവർ സംസാരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഒന്ന് തിരുത്താൻ പറയണം. ആമന്ന എന്ന് ഒറ്റടിക്ക് പറയാനായിട്ടില്ല. കുൽ ലഹും, നബിയെ അവരോട് പറഞ്ഞേക്കണം, അവരെ വാക്കിന് മറുപടിയായിട്ട്, ലം തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, ആകാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, ഈമാൻ ഉറച്ചിട്ടില്ല. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബില്ലാഹി വബിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിക്കലാണ്. അതോടൊപ്പം തന്നെ അൽ മുഖാരിനു ലിസ്സിഖതി ബിഹഖീഖത്തിൽ മുസദ്ദിഖ്, വാസ്തവമാക്കുന്നവൻ ഇനി ഇളക്കം സംഭവിക്കാതെ നല്ല ഉറച്ച രൂപത്തിൽ വിശ്വസിക്കണം. സിഖത്ത് വേണം, ഉറപ്പ് വേണം, നല്ല മനസ്സാന്നിധ്യം വേണം, മനസ്സിന് സമാധാനം വേണം. നിങ്ങൾക്കത് ഉണ്ടായിട്ടില്ല. ഉണ്ടായെങ്കിലോ, ഉണ്ടായാൽ നിങ്ങളിത് പറയൂലായിരുന്നു. അങ്ങനെ ഉള്ളവരൊന്നും ഇങ്ങനെ വാദിച്ച് വരാറില്ല. ഞങ്ങൾ മുഅ്മിനുകളായി തികഞ്ഞവരായി എന്ന് നിങ്ങളെ മുമ്പ് മുഅ്മിനുകളായ പലരും ഉണ്ട്. അവരാരും ഇങ്ങനെ ആമന്ന എന്നുള്ള വാദവുമായി ഒറ്റയടിക്ക് വന്നിട്ടില്ല. ഈമാന്റെ സലാമത്തിന് വേണ്ടി അവരൊക്കെ ദ്വാർക്കുകയാ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞാൻ തിരുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് സങ്കടം വേണ്ട. വലാകിൻ ഖൂലൂ അസ്ലംനാ, നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു. അഥവാ ദഖൽനാ ഫിസ്സിൽമി, നിങ്ങളുമായി സമാധാനത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടു, ഞങ്ങൾ ഐക്യത്തിൽ ഏർപ്പെട്ടു, അംഗീകരിക്കുന്നതിൽ ശരീരം ഞങ്ങൾ കീഴ്പ്പെടുത്തി തന്നു. നിങ്ങൾ ആമന്ന എന്ന് പറഞ്ഞിങ്ങോട്ട് പെട്ടെന്ന് ഉഷാറായി മുന്നോട്ട് വരാനായിട്ടില്ല. അത് കുറച്ചുകൂടിയൊക്കെ, കാരണം നിങ്ങളെക്കാളും ത്യാഗം അനുഭവിച്ച ആളുകളാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ അറബികൾ എന്ന് പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരെ പറ്റി, അവരൊക്കെ നല്ല ഹൈ ലെവലിൽ വരുന്നവരാണ്. അവര് ഈമാന്റെ പേരിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ചവരാണ്. അങ്ങനെ ത്യാഗം അനുഭവിച്ചിട്ട് ഈമാന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും അവരാരും ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ല. ആകാത്തത് കൊണ്ടല്ല, പക്ഷെ ആഴി എന്ന് ഉറപ്പിക്കാൻ അവർക്ക് വകുപ്പ് ആയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളായിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഏതായാലും റെഡി ആയിട്ടുണ്ട് എന്ന് അവർ ഉറപ്പിച്ചില്ല. പിന്നെയും പിന്നെയും അവർ അധ്വാനിക്കാൻ, പിന്നെയും പിന്നെയും അവർ പ്രവർത്തിക്കാൻ അവർ കുറഞ്ഞിട്ടൊന്നുമില്ല. മതിയായി എന്ന് അവർക്ക് ആർക്കും തോന്നിയിട്ടില്ല. ലാസ്റ്റ് പോയിന്റിൽ വരെ അങ്ങനല്ലേ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിങ്കളാഴ്ച ദിവസം രോഗഗ്രസ്തനായി കഴിയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ ഇന്നേതാ ദിവസം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഓ, ഇന്നൊന്ന് മരിച്ചു കിട്ടിയാൽ വലിയ ഗുണമായിരുന്നു. എന്തേ കാരണം? ഇന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അപ്പൊ അവസാന ഘട്ടത്തിലുള്ള താല്പര്യം നോക്കി നിങ്ങൾ. തിങ്കളാഴ്ച തന്നെ എനിക്കൊന്ന് വഫാത്തായി കിട്ടിയിരുന്നെങ്കിൽ, ആ ഒരു ആഗ്രഹത്തിന്റെ മഹത്വം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ബാബു മൗത്തി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം വഫാത്താകുന്നതിന്റെ മഹത്വത്തെ പറയുന്ന അധ്യായം എന്ന് കൊണ്ടുവന്നത്. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ താല്പര്യപ്പെട്ടെങ്കിലും നടന്നത് തിങ്കളാഴ്ചയല്ല, പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തെളിവാക്കുന്നതോ തിങ്കളാഴ്ച വഫാത്താകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചല്ലോ. അങ്ങനെ പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താണ്?
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പ്രായമാണ്, 63. പ്രായത്തിൽ മാറ്റമില്ലല്ലോ. അപ്പൊ അതേ ദിവസം തന്നെ വന്നാൽ അതൊരു സലാമത്തിന് കാരണമാകുമല്ലോ, ഒരു രക്ഷയ്ക്ക് അതേ ഒരു പിന്തുടർച്ച എനിക്കും കിട്ടുമല്ലോ എന്നൊരു താല്പര്യമാണ് അവിടെ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള കാരണം. ഇങ്ങനെ ധാരാളം ആഗ്രഹങ്ങൾ സ്വഹാബിമാര് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ ഉയർന്ന തലങ്ങളിൽ എത്തിയിട്ട് പോലും ആ ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ സഹോദരന്മാരെ, വിശ്വാസ രംഗത്തേക്ക് കടന്നു വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോഴേക്ക് ആമന്ന എന്നങ്ങ് പറഞ്ഞപ്പോ അള്ളാഹു തിരുത്താൻ പറഞ്ഞു. കുല്ലം തുഅ്മിനു, തങ്ങൾ പറഞ്ഞേക്കൂ നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, യഥാർത്ഥ ഈമാൻ നിങ്ങളെ ഖൽബിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ തിരുത്തു പറയുന്നത്, യഥാർത്ഥ ഈമാൻ നിങ്ങളെ ഖൽബിൽ വന്നിട്ടില്ല. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ വാദവുമായി മുന്നോട്ട് വരില്ല. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മുഅ്ജിസത്താണിത്. കാരണം ഈമാൻ എന്ന് പറയുന്നത് ഖൽബിൽ അലിഞ്ഞു ചേർന്ന വിഷയമാണ്. ആ ഖൽബിലുള്ള വിഷയം അല്ലാഹു വെളിവാക്കി കൊടുത്തു. വെളിവാക്കി കൊടുത്തിട്ട് അതാണല്ലോ തങ്ങൾ പറഞ്ഞത്. നമ്മളോട് നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അൻതും ലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിന. ഖുർആനിന്റെ നിർദ്ദേശമാണ്, മുഅ്മിനുകളെ അസ്സലാമു അലൈക്കും എന്നൊരാൾ വന്ന് പറഞ്ഞാൽ അയാൾ ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അയാളുടെ ബാഹ്യതലത്തിൽ എന്തെങ്കിലും ഒരു കർമ്മം കണ്ടിട്ട് തിരുത്താൻ വേണ്ടിയിട്ട് ഒറ്റടിക്ക് നീ മുഅ്മിനല്ല എന്ന് പറയരുത്. ലസ്ത മുഅ്മിന എന്ന് നിങ്ങൾ പറയരുത് എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മനസ്സിലുള്ള ഈമാൻ വായിച്ചറിഞ്ഞു നോക്കിയിട്ടാ പറഞ്ഞത്, ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല. അപ്പൊ ആ അദൃശ്യ ജ്ഞാനം തങ്ങൾക്ക് കിട്ടിയ ഒരു മുഅ്ജിസത്താണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊരു മുഅ്ജിസത്താണ്. നമുക്കങ്ങനെ ഒരാളോട് പെട്ടെന്ന് പറയാൻ കഴിയില്ല. അതേ സമയത്ത് മനസ്സു നോക്കി പറയാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങനെ പറയാൻ കഴിയും. മനസ്സ് നോക്കിയിട്ട് മനസ്സ് വായിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ പറയും, അങ്ങനെ തിരുത്തും. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ സദസ്സിൽ വന്നിരിക്കുന്ന അബൂബക്കർ ബിനുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതും അങ്ങനെയല്ലേ. മഹാനവറുകൾക്കൊരു സംശയം വന്നു. എല്ലാവരും, കുറെ ആളുകൾ, കുറെ പ്രസ്ഥാനക്കാരുണ്ട് അന്നത്തെ കാലത്ത് തന്നെ. എല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാവരും ഹദീസ് ഓതുന്നുണ്ട്. ഏത് വഴിക്കാ പോകേണ്ടത്, ഏതാ സ്വീകരിക്കേണ്ടത്, ഏതാ ഈമാന്, ഏതാണ് ശരിക്കുള്ള വിശ്വാസം, ഏതാണ് ശരിക്കുള്ള വഴി? ഇതിൽ സംശയം വന്നപ്പോ കുറച്ച് ആളുകൾ പറഞ്ഞു, നിങ്ങൾ ബഗ്ദാദിലേക്ക് പോയിക്കോളൂ. ഹുനാക റജുലുൻ യതകല്ലമു ബിൽ ഖവാതിർ, അവിടെ മനസ്സു നോക്കി കാര്യങ്ങൾ പറയുന്ന, സംസാരിക്കുന്ന ഒരാളുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു പറഞ്ഞതാ. ഇബ്നുൽ ഇമാദ് തങ്ങള് അങ്ങോട്ട് പോയി ഒരു വലിയ സദസ്യരോട് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അവിടെ ഒരു ഭാഗത്ത് വന്നിരുന്നു. നോക്കിയാലൊക്കെ കാണാവുന്ന തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സദസ്സല്ലേ. ആ സദസ്സിൽ വന്നിരുന്നു. അത്രത്തോളം ആള് സംഗമിക്കുന്ന സദസ്സ് പിൽക്കാലത്ത് കുറവല്ലേ. വലിയ പ്രഭാഷണങ്ങളല്ലേ ആ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3 വാള്, എല്ലാ ആഴ്ചയിലും. ആ 3 വാളില് സംബന്ധിക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയ കണക്ക് പറഞ്ഞാൽ 10,000. അത്രയും ആളുകളിലേക്ക് അവിടുത്തെ ശബ്ദ സൗന്ദര്യം എത്തി പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാം. അപ്പൊ ആ കൂട്ടത്തിൽ വന്ന് സദസ്സിൽ വന്ന് ഇരുന്ന ഉടനെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രഭാഷണത്തിന്റെ മേറ്ററൊന്നു മാറ്റി ഇടയിലൂടെ പറഞ്ഞു, ഈമാനുനാ ഇഅ്തിഖാദുനാ ഇഅ്തിഖാദുസ് സലഫിസ് സ്വാലിഹീന വസ്സഹാബത്തി വത്താബീൻ. നമ്മുടെ വിശ്വാസം ഏതാണെന്നറിയോ? പൂർവസൂരികളായ സ്വഹാബിമാര്, താബിഉകൾ, അവരെ പിന്തുടർന്ന് ജീവിച്ച ആളുകൾ, അവരുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ വന്നിരുന്ന ആള് ചിന്തിച്ചു, ഇതന്നെയാണല്ലോ നമുക്ക് കിട്ടേണ്ട മേറ്റർ. വിശ്വാസ രംഗത്താണല്ലോ ഇപ്പൊ ചെറിയ ആശങ്ക വന്നിട്ടല്ലേ ഞാൻ ഈ സദസ്സിൽ വന്നത്.
എന്റെ വിഷയത്തിനുള്ളൊരു മറുപടിയാ പറഞ്ഞത്. പക്ഷെ അത് എന്നോടായിരിക്കൂല, എന്റെ കൽബ് വായിച്ചിട്ടൊന്നും ആയിരിക്കൂല. അതങ്ങനെ പ്രഭാഷണം നടത്തുമ്പോ ഇടയിൽ അങ്ങനെ പലതും കടന്നു വരാറുണ്ടല്ലോ. ചിലർക്കൊക്കെ തോന്നും എന്നെ പറ്റിയാ പറഞ്ഞത്, അങ്ങനെ കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കും. രണ്ടാമതായി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അതേ വാക്ക് ആവർത്തിച്ചു. അബൂബക്കർ ഇമാദ് തങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. അതേ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നമ്മുടെ വിശ്വാസം സ്വഹാബത്ത് താബിയുകളായ പൂർവസൂരികൾ ഉൾക്കൊണ്ട വിശ്വാസമാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം. അപ്പൊ രണ്ടാമത് തിരിഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത്, ശരിക്കും ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട്. അപ്പൊ മഹാനവർകൾ കരുതി ഒരു പ്രഭാഷകൻ എങ്ങോട്ടെല്ലാം തിരിയും, വലത്തോട്ട് തിരിയും, ഇടത്തോട്ട് തിരിയും, ആവശ്യം വന്നാൽ ചിലപ്പം പുറകോട്ടും തിരിയും, എങ്ങോട്ടും തിരിയില്ലേ. അങ്ങനെ തിരിഞ്ഞതായിരിക്കും, അതും എന്നോടായിക്കോണമെന്നില്ല. അപ്പൊ മൂന്നാമതായി ഇനി വന്നാള് തന്നെ ലക്ഷ്യം വെച്ചല്ല പറയുന്നത് എന്ന ധാരണ ശരിക്ക് തിരുത്തണം. അതിന് വിളിച്ചു പറഞ്ഞു, യാ അബാ ബക്കർ ഇത്തിഖാദുനാ ഇത്തിഖാദു സലഫി സ്വാലിഹീൻ മിനസ് സ്വഹാബത്തി വത്താബിഈൻ. ഇനി നിങ്ങളോടെല്ലാം തോന്നണ്ട, നിങ്ങളുടെ പേര് അബൂബക്കർ അല്ലേ, എനിക്ക് നിങ്ങളോട് തന്നെയാ പറയുന്നത്, നിങ്ങളെ ഉന്നം വെച്ച് തന്നെയാ പറയുന്നത്. നമ്മുടെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം, അള്ളാഹു സ്വീകരിക്കുന്ന വിശ്വാസം, അത് സ്വഹാബത്ത് താബിഈങ്ങളുടെ വിശ്വാസമാണ്. ഇപ്പൊ ഉറച്ച്. ഇനി വേറെ ആളോടല്ലോ. നേരത്തെ പോയി അസ്സലാമു അലൈക്കും എന്റെ പേര് ഇങ്ങനെ അബൂബക്കറാന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് കാണുന്ന സദസ്സാണ്, ആദ്യമായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. അതാണ് റജുലുൻ യതകല്ലമു ബിൽ ഖവാതിർ, മനസ്സു നോക്കി പറയാൻ കഴിവുള്ള ആൾ എന്ന് ജനങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ബോധ്യപ്പെട്ടു. കൂട്ടത്തിൽ ആ ബോധ്യപ്പെട്ടതിന്റെ കൂടെ ഒന്നുകൂടി ഒന്ന് കുറ്റി ഉറപ്പിക്കാൻ പറഞ്ഞു. അബൂബക്കറെ, ബാപ്പ വീട്ടിൽ നിന്ന് പോയിട്ട് കുറെ കാലായില്ലേ? അതെ. എന്നാ ഇപ്പൊ പോയി നോക്കിയോളൂ, വീട്ടിൽ ബാപ്പ എത്തിയിട്ടുണ്ട്. എത്രയോ ദൂരം കിടക്കുന്ന വീട്ടില് ബാപ്പ എത്തിയ വിവരം കൂടി പറഞ്ഞു. മഹാനവറുകൾ പറയുന്നു, ഞാൻ എന്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ബാപ്പ ശരിയാണ്, വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ നിലക്ക് നോക്കി പറയാൻ കഴിവുള്ള ആളുകൾക്ക് കഴിയും. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, അംബിയായിന് മോചിസത്തായി സംഭവിക്കുന്നത് ഔലിയായിന് കറാമത്തായി സംഭവിക്കാമല്ലോ. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറാബികളെ മനസ്സു നോക്കിയിട്ട് വായിച്ചിട്ടാ പറഞ്ഞത്, ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല, വലാകിൻ ഖൂലൂ അസ്ലംനാ, നിങ്ങൾക്ക് പറയാൻ പറ്റിയൊരു വിഷയം ഉണ്ട്. അതെന്താണ്? അസ്ലംന എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, അതിന് കുഴപ്പമില്ല. ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അനുസരണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഇവിടെയാണ് ഇസ്ലാം ഈമാനിന്റെ ഫർക്കിനെ സംബന്ധിച്ച്, വ്യത്യാസത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നത്. രണ്ടും വ്യത്യാസമുണ്ടോ? രണ്ടും വ്യത്യാസമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് ഈ ആയത്തിൽ നിന്ന് തെളിവെടുത്തിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു, അന്നൽ ഈമാന അഖസ്സു മിനൽ ഇസ്ലാം, ഈമാൻ എന്ന് പറയുന്നത് ഇസ്ലാമിനെക്കാളും സവിശേഷമായ ഒരു കാര്യമാണ്. ഇസ്ലാം എന്നത് വ്യാപകാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അതിൽ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കമാ ഹുവ മദ്ഹബു അഹ്ലി സുന്നത്തി വൽ ജമാഅ, ഇബ്നു കസീർ പറഞ്ഞു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായം അങ്ങനെയാണ്. അത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. അതിന് തെളിവാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യം. ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം വന്ന് ചോദിച്ചത് ഇസ്ലാമിനെ പറ്റിയാണ്. പിന്നെയോ കുറച്ചുകൂടി പ്രത്യേകതയാർന്ന ഈമാനെ പറ്റിയ അടുത്ത ചോദ്യം. ഒന്നുകൂടി മുകളിലേക്കുള്ള സ്റ്റെപ്പായ ഇഹ്സാനെ പറ്റിയ അടുത്ത ചോദ്യം. ഫതറഖാ മിനൽ അഅമ്മി ഇലൽ അഖസ്സി സുമ്മ ലിൽ അഖസ്സി മിൻഹു. ഇബ്നു കസീർ പറയുന്നു, ആദ്യം ചോദിച്ചത് വ്യാപകാർത്ഥത്തിലുള്ള പല നിലക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അർത്ഥ സാധ്യതകളുള്ള ഇസ്ലാമിനെ പറ്റിയാണ്. പിന്നെ അതിൽ നിന്ന് സവിശേഷമായ ഈമാനെ പറ്റിയാണ്. പിന്നെ ഒന്നുകൂടി സവിശേഷത അർഹിക്കുന്ന ഇഹ്സാനെ പറ്റിയാണ്. മൂന്നും മൂന്ന് തലങ്ങളായിട്ട് തന്നെ വേറിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകം ചില ഹദീസുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹദീസ് മാത്രം ഞാൻ ബറക്കത്തിന് സൂചിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ആമിർ ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കുറച്ച് ഹദിയ വന്നപ്പോ കുറെ ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു, ഒരാൾക്ക് മാത്രം കൊടുത്തില്ല. കുറെ ആൾക്കാർക്ക് കൊടുത്തു, ഒരാൾക്ക് കൊടുത്തില്ല. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലേ, അഅതൈത ഫുലാനൻ വഫുലാനൻ വഫുലാനൻ വലം തുഅതി ഫുലാനൻ ശൈഅൻ വഹുവ മുഅ്മിൻ. നബിയെ, നിങ്ങൾ മറ്റാൾക്കും കൊടുത്തു, ഇയാൾക്കും കൊടുത്തു, അയാൾക്കും കൊടുത്തു, ഒരാൾക്ക് മാത്രം കൊടുത്തില്ലല്ലോ. വഹുവ മുഅ്മിൻ, മൂപ്പര് മുഅ്മിനല്ലേ, മൂപ്പര് മുഅ്മിനല്ലേ, മൂപ്പർക്ക് കൊടുത്തില്ലല്ലോ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുസ്ലിമുൻ, മൂപ്പര് മുസ്ലിമും അല്ലേ? പിന്നെയും സഅദ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ചോദിച്ചു, മൂപ്പര് മുഅ്മിനല്ലേ? ഇപ്പൊ നബി തങ്ങൾ വീണ്ടും അങ്ങോട്ട് ചോദിക്കുകയാണ്, അവ മുസ്ലിമുൻ, മുസ്ലിമല്ലേ? പിന്നെയും ചോദിച്ചു, അവ മുഅ്മിനുൻ, മുഅ്മിനല്ലേ? തങ്ങൾ മൂന്നാമതും മടക്കി ചോദിച്ചു, അവ മുസ്ലിമുൻ, മുസ്ലിമല്ലേ? എന്നിട്ട് തങ്ങൾ പിന്നെ കൊടുക്കാതിരുന്നതിന്റെയും കൊടുത്തതിന്റെയും കാരണം വിശദീകരിച്ചു. ഞാൻ കുറെ ആളുകൾക്ക് കൊടുക്കും, എനിക്കവരിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഞാൻ കൊടുക്കാതിരിക്കും. കൊടുത്തവരെ സംബന്ധിച്ച് ഞാൻ പറയുന്ന അഭിപ്രായം എന്താണെന്നറിയോ? കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കൊടുക്കാത്തതിന്റെ പേരിൽ നരകത്തിൽ കടന്നു പോകുമോ എന്ന പേടിയാണ്. കൊടുത്ത ആളുകൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവര് പിന്നെ നേരെ ഈമാനെന്ന് മാറോ ഇസ്ലാമെന്ന് മാറോ എന്നൊരു ഭയമുണ്ട്. ഒരാൾക്ക് കൊടുത്തില്ലാന്നല്ല, അയാളെ പറ്റി ഒരു കംപ്ലൈന്റും ഇല്ല. ഞാൻ അയാൾക്ക് കൊടുക്കാത്തത് അയാളെ ഈമാൻ ഉറച്ച ഈമാനാണ്. അപ്പൊ ഈമാനും ഇസ്ലാമും തമ്മിലുള്ള ഫർഖും ഉണ്ട്, വ്യത്യാസം ഉണ്ട്. ഫഖദ് ഫറഖൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മുസ്ലിമി വൽ മുഅ്മിൻ. ഈ ഹദീസ് സൂചിപ്പിച്ചുകൊണ്ടാ ഇബ്നു കസീർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിന്റെയും മുഅ്മിന്റെയും ഇടക്ക് ഫർഖ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് ഇസ്ലാമിനേക്കാളും സവിശേഷമായ ഒരു കാര്യമാണ്. അതേ, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആള് മുസ്ലിമാണ്, മുനാഫിഖല്ല. അദ്ദേഹത്തിൽ ഇസ്ലാമുണ്ട്. ഇസ്ലാമുണ്ടെന്ന് നബി തങ്ങൾ തീർത്തു പറഞ്ഞല്ലോ, ഈമാനും ഉണ്ട്. പിന്നെ ഇപ്പൊ ആമന്നാന്ന് പറഞ്ഞ ആളുകളോട് നിങ്ങൾ മൂമിനികളായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ കൽബിൽ ഈമാൻ ഉറച്ചിട്ടില്ല. ഉറച്ചിട്ടാണ് പറയേണ്ടത് ആമന്ന എന്ന വാക്ക് പറയേണ്ടത്. അതുകൊണ്ട് ആമന്ന എന്ന് പറയാനായിട്ടില്ല. ഇബ്നു കസീർ പറയുന്നു, ഫദ്ദഉ ലി അൻഫുസിഹിം മഖാമൻ അഅലാ മിമ്മാ വസലൂ ഇലൈഹി. അവരെത്തിയതിനേക്കാളും അപ്പുറത്തുള്ള ഒരു സ്റ്റേജ് വാദിച്ചു. എത്തിയ സ്റ്റേജ് വാദിച്ചാൽ മതി, അങ്ങനെയാണ് പറയേണ്ടത്. ഒരാൾക്ക് എത്തിയ സ്റ്റേജ് പറഞ്ഞാൽ മതി, അഅലാ മഖാം പറയണ്ട. അത് നമുക്കറിയില്ലല്ലോ. ഒരാൾ എത്തിയതിനനുസരിച്ച് പറഞ്ഞാൽ പോരെ. ഒരാളെ വലിയ അഅലാ മഖാം പറഞ്ഞ അങ്ങനല്ലെങ്കിലോ നമ്മൾ കുടുങ്ങിയില്ലേ? അമ്പിയാക്കളൊക്കെ പറ്റി പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ എന്താ? ഇന്നഹും മിനസ് സ്വാലിഹീൻ. അമ്പിയാക്കളൊക്കെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. എല്ലാ നബിമാരെയും കുറെ പേര് എണ്ണി 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 പറഞ്ഞിട്ട് അള്ളാഹു ഒറ്റ വാക്കിൽ ചുരുക്കി, ഇന്നഹും മിനസ് സ്വാലിഹീൻ. അപ്പൊ അവരെത്താത്ത ഒരു സ്റ്റേജ് വാദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് അദബ് പഠിപ്പിച്ചു. ആ അദബാണ് അവരോട് പറഞ്ഞത്, ഖൂലൂ അസ്ലംനാ, നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. എന്നാ ഈ പറഞ്ഞ ആളുകൾ, സഹോദരങ്ങളെ, ഇവരൊരിക്കലും മുനാഫിക്കുകളാണോ? മുനാഫിക്കുകൾ അല്ല. ആണെന്ന് സംശയം പ്രകടിപ്പിച്ചതിന് മഹാന്മാര് ഗണ്ണിച്ചിട്ടുണ്ട്. മുനാഫിക്കുകളാണെങ്കിൽ നബി തങ്ങൾ ഈ രൂപത്തിൽ അവരെ അടുപ്പിക്കൂല, അവരെ സ്വീകരിക്കൂല, അവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യുക. ഇതേ വിഷയത്തിന് തന്നെ അറാബികൾ പറഞ്ഞ മറ്റൊരു കാരണം പറയുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന കാരണം അതാണ്. അറാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ തറവാടുണ്ട്, ഞങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഈമാൻ എന്നുള്ളത് വാക്കിൽ അല്ല, ഈമാൻ എന്ന് പറയുന്നത് ഒരു വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല. ഇന്നമാ ഹുവ ബിൽ ഖൽബി. ഈമാൻ എന്നുള്ളത് ഖൽബ്, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ശരിക്ക് ഖൽബിൽ ഉറച്ചിട്ടേ ഞങ്ങൾ വിശ്വസിച്ചു, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു, സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനു മുമ്പ് നിങ്ങളത് പറയരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പിന്നെ അവരോട് പറഞ്ഞ വാക്കെന്താണ്? വഇൻ തുതീഉല്ലാഹ വറസൂലഹു
ലാ യലിതുകും മിൻ അഅമാലികും ഷൈആ. അപ്പൊ മഹാന്മാര് പറഞ്ഞു, നിങ്ങൾ മൂമിനുകളായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നിങ്ങൾ മൂമിനിങ്ങളാകൂല എന്ന് അതിനർത്ഥം ഇല്ല. ഇപ്പൊ നിങ്ങൾ അങ്ങ് ആയിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി ആ സ്റ്റേജിലേക്ക് നിങ്ങൾ അധ്വാനിച്ച് അമല് ചെയ്ത് ഈമാനൊക്കെ ശക്തിപ്പെടുത്തി ഉറപ്പിച്ച് നന്നായി വരേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയാൻ പറ്റിയ അവസരം അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളെ കൽബിൽ ഈമാൻ കടന്നിട്ടില്ല. കൽബിൽ ഈമാൻ കടന്നതിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് അത് മഹാന്മാരായ പണ്ഡിതന്മാർ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ഷൈആ. നിങ്ങൾ ചെയ്യുന്ന ഒറ്റ കർമ്മങ്ങളും നിങ്ങൾക്ക് കുറഞ്ഞു പോകൂല. അള്ളാഹുവിനും റസൂലിനും അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കണം. അഥവാ നല്ല ഇരട്ട പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ ഇഖ്ലാസ് പാലിക്കണം. തീരെ നിഫാഖ് വരാൻ പാടില്ല. അനുസരണം ശരിയാണോ? അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നത് ശരിയാണോ? എങ്കിൽ ഒരു കുറവും സംഭവിക്കൂല. വേണ്ടത് ഇഖ്ലാസാണ്. നല്ല ഇഖ്ലാസ് ഉണ്ടോ എന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കും. എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അള്ളാഹു പരിഹരിച്ചു തരും. മഹാന്മാരൊക്കെ ഇഖ്ലാസ് നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു ശത്രുവുമായി ഏറ്റുമുട്ടി. ആ ശത്രു നിലത്ത് വീണു. നിലത്ത് വീണപ്പോ പിന്നെ അയാളെ പണിയാക്കാൻ വലിയ എളുപ്പമാണല്ലോ. അലി റളിയല്ലാഹു അൻഹു അതിന് ഒരുങ്ങുമ്പോ അലി റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് അയാൾ തുപ്പിയപ്പോ അലി റളിയല്ലാഹു അൻഹു അയാൾ ഒന്നും ചെയ്യാതെ മാറിപ്പോയി. ഒന്നും ചെയ്തില്ല. ഒന്ന് കടന്നുപോയാൽ എളുപ്പല്ലേ വെട്ടാന്? ശത്രുവല്ലേ, കടന്നുപോയ എന്ത് സുഖാണ്. പിന്നെ അയാൾ പെട്ടെന്നൊന്നും എണീക്കൂലല്ലോ. നല്ല ആരോഗ്യവാനല്ലേ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അയാൾ വീണു പോയപ്പോ അലി റളിയല്ലാഹു അൻഹു ഒരുങ്ങുമ്പോഴേക്ക് അയാൾ ഒറ്റ തുപ്പല് തുപ്പി. അലി റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്യാതെ മാറിപ്പോയപ്പോ ആളുകൾ ചോദിച്ചു, അതെന്തേ വെറുതെ വിട്ടത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അയാളെ വെട്ടിയത് തുപ്പിയതിന്റെ പേരിലാകരുത് എന്ന് കരുതിയിട്ടാണ്. അയാള് തുപ്പിയപ്പോഴല്ലേ, ശേഷമല്ലേ എനിക്ക് അതിനുള്ള അവസരം. അപ്പൊ ചെയ്യുന്നത് ഒരു വെട്ടാണെങ്കിലും ശത്രുവിനോടാണെങ്കിലും ഇഖ്ലാസോടുകൂടി ചെയ്യണം. വേറെ ഒന്നതിൽ കലരാൻ പാടില്ല. രണ്ടർത്ഥത്തിൽ അത് വായിക്കാൻ പറ്റും. തുപ്പിയതിന് ശേഷം വെട്ടിയാൽ തുപ്പിയ ദേഷ്യം കൊണ്ട് വെട്ടിയതാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയുന്നത് ഞാൻ പേടിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ വെട്ടാതെ മാറിപ്പോയത് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അമലുകളിലൊക്കെ ഇഖ്ലാസ് വേണം ട്ടോ. ഏറെ പറയാൻ നേരല്ല, പക്ഷെ പറഞ്ഞ കൂട്ടത്തിൽ ആ വാക്ക് വന്നത് കൊണ്ട് ഒന്ന് പറയട്ടെ. കഴിവിന്റെ പരമാവധി ആളുകളും മൊബൈല് ശരീരത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നിസ്കരിക്കാണ് ഇഖ്ലാസിന് നല്ലത്. അല്ല, അനുഭവം കൊണ്ട് പറയാം. ഒന്നും വിചാരിക്കരുതേ, മാറ്റി വെച്ച. കാരണം എന്താ പറയുക, നിങ്ങൾ ചില ഫുലാമാര് ഈ മൊബൈല് ഓഫാക്കണം എന്ന് പറഞ്ഞാൽ ഓഫാക്കൂല ആരും. അപ്പൊ ഇത് റിങ് ചെയ്യുന്ന സമയത്ത് റിങ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ആണ്, സൈലന്റ് ആണ്, അങ്ങ് റിങ് ചെയ്യുന്നവർ അറിയുന്നുണ്ട്. അപ്പൊ അതിനിടക്ക് അത് സുജൂദിലാണ് ആ സാധനം വെച്ചത് എങ്കിൽ, അല്ലെങ്കിൽ പോക്കറ്റിലാ വെച്ചത് എങ്കിൽ, അവരുടെ കൈ നിസ്കാരത്തിന്റെ ഇടയിൽ നേരെ അങ്ങോട്ട് പോകണം. ഒച്ചപ്പാടൊന്നുമില്ല, ഇങ്ങനെ ഒരു മൂകമായ ശബ്ദമുണ്ട്, ഒന്ന് അമർത്താൻ. ഇനി അവിടെ ഭാഗത്താണെങ്കിൽ അവിടെ ഒന്ന് തിരുത്താൻ. അപ്പൊ കിതാബിലൊക്കെ മസലുണ്ട്. ഒരാൾ സുജൂദിലേക്ക് പോകുന്നത് വേറെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ സുജൂദ് ബാത്തിലാണ്. അങ്ങനല്ലേ മസല? മാറിയിട്ട് നിങ്ങൾ പറഞ്ഞോളി. റുക്കുവിലേക്ക് പോകുന്നത് റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുന്നു. കിതാബിലൊക്കെ പറഞ്ഞ ഉദാഹരണം, ഒരു പാമ്പ് ഇങ്ങനെ വരുന്നുണ്ട്, ആ പാമ്പ് ഇപ്പൊ കടിച്ചേക്കും അല്ലെങ്കിൽ തേള് കൊത്തിയേക്കും എന്ന് കരുതിയിട്ടാണ് തലയെടുത്തത് എങ്കിൽ ആ സുജൂദായിട്ടില്ല, പരിഗണിക്കണമെങ്കിൽ വേറൊന്നും ചെയ്യണം എന്നല്ലേ? കാരണം മറ്റു ലക്ഷ്യം വന്നു എന്നാണ്. അവിടെ കടക്കാരെങ്ങനെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്, പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാണ് കടം കൊടുക്കാനുള്ള ആള്. മുന്നിൽ കൂടെ വൈകുണ്ട്, അയാളിങ്ങനെ പോകുമ്പോ അയാള് പടച്ചോനെ എപ്പോ റുക്കുവും സുജൂദൊക്കെ വേഗം നിർവഹിച്ചില്ലെങ്കിൽ അയാള് പള്ളിന്റെ ഉള്ളിൽ കയറിയ ഉറപ്പാ കിട്ടാളോ ചോദിക്കും. തലയും താത്തിങ് പോയാലോ? എന്താണിപ്പോ ഉദ്ദേശം? കടക്കാരൻ ചോദിക്കരുത്, കാണരുത് എന്നല്ലേ? യഥാർത്ഥ സുജൂദ് റുക്കു അല്ലല്ലോ ഉദ്ദേശം. അപ്പൊ ഉദ്ദേശം മാറിയിട്ടുണ്ട്, നിയ്യത്ത് മാറിയിട്ടുണ്ട്, ഇഖ്ലാസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അമലിന് ഫലം കിട്ടൂല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നല്ലത് ഒന്നുകിൽ അത് ഓഫാക്കാൻ പറയുന്ന അതാണ്, സ്വിച്ച് ഓഫ് ആക്കാൻ പറയുന്നതിന്റെ രക്ഷതാണ്. പിന്നെ അതിനെപ്പറ്റി ഒരു ബന്ധവുമില്ല.
സഹോദരങ്ങളെ, അതിന്റെ ഇടക്ക് നമ്മുടെ നിയ്യത്തടക്കം മാറിപ്പോകാണ്. ആരൊക്കെയാ വിളിക്കുന്നതെന്നാണ് പിന്നെ മനസ്സിന് ഇങ്ങനെ അലട്ടുന്നത്. ആര് വിളിച്ചാലും അവിടെ ഉണ്ടാകുന്ന നമുക്ക് ഉറപ്പാണ്. പിന്നെയും നമ്മുടെ കൽവിൽ ഇങ്ങനെ വസ്വാസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ അത് ആർക്കോ വേണ്ടി വേഗം ചെയ്തു തീർക്കാണ്. അത്തഹിയാത്തിലുള്ള ആള് അത്തഹിയാത്തൊക്കെ അക്കല്ലു തശഹുദായി ഓതുകയാണ്. മൊബൈൽ അങ്ങ് റിങ് ചെയ്തപ്പോൾ അയാൾ 2 അത്തഹിയാത്തും പഠിച്ചിട്ട്, അക്സറും പഠിച്ചിട്ട് അക്കല്ലും പഠിച്ചിട്ട്. അക്കല്ലു തശഹുദ അയാൾ പെട്ടെന്ന് പയറ്റാണ്. കാരണം അത് റിങ് ചെയ്ത് തീർന്നാൽ അങ്ങോട്ട് വിളിക്കണ്ടേ. അപ്പോ ഒരു 50 പൈസ അല്ലെങ്കിൽ മിനിറ്റിനുള്ള ആ പൾസ് അത് പോയി പോകൂലേ. അത്രയും വലിയ വകയിലായതുകൊണ്ട് പെട്ടെന്ന് സലാം വീട്ടിയിട്ട് അത് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാണ്. ഒരു സലാം വീട്ടിയാൽ മതി എന്നുള്ളത് അയാൾ പഠിച്ചിട്ട് ഒന്നേ വീട്ടണം, മറ്റേ വീട്ടുന്നില്ല, അതിന്റെ മുമ്പ് തന്നെ എടുത്ത്. ഇതിനൊക്കെ നല്ലത് അത് വേർപിരിച്ച് നിസ്കരിക്കണം. എന്നാ പിന്നെ ആ ശല്യമൊന്നുമില്ല, ആ കുഴപ്പമൊന്നുമില്ല. വേറെ ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങള്? അത് ഓണാക്കിയിട്ട് ദിക്ർ ഉറക്ക ചെല്ലാണ്. അവരതിനേക്കാളും അപകടത്തിൽ അപ്പുറത്താണ്. അതൊന്നിങ്ങനെ കൈ കൊണ്ട് പതുക്കെ നഖം കൊണ്ട് ഒന്നിങ്ങനെ നീക്കി കൊടുത്താൽ ഓണാകുമല്ലോ. ഒന്നിങ്ങനെ നീക്കിയിട്ട് അവര് റബ്ബനാ ലക്കൽ ഹംദു മിൽഅ സ്സമാവാതി വൽ അർള് വമിൽഅ മാ ബൈനഹുമാ ദിക്ർ അങ്ങനെ ചൊല്ലാം. അപ്പൊ മൊബൈലിലൂടെ മറ്റേ ആൾ കേൾക്കും, ആ റബ്ബനാ ലക്കൽ ഹംദു എടുത്ത ദിക്റന്റെ സദസ്സിലെ ചെല്ലല്ലോ. റബ്ബനാ ലക്കൽ ഹംദു അത്തഹിയാത്തുൽ മുബാറകാത്തു ദിക്റന്റെ സദസ്സിലില്ലല്ലോ, നിസ്കാരത്തിൽ അതൊന്നും. അതോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തൊരു ശല്യ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മുടെ ഇഖ്ലാസിന് കോട്ടം വരുന്ന കാര്യമാണ്. ഇഖ്ലാസ് ചോരാൻ പാടില്ല. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കുറച്ചു മതി എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഖ്ലിസ് ഖൽബക് യക്ഫികൽ അമലുൽ ഖലീൽ. നിന്റെ കൽബിനെ നീ നിസ്വാർത്ഥമാക്കണം. ചെയ്യുന്ന അമല് വളരെ ചെറുതാണെങ്കിലും അത് ഇഖ്ലാസോട് കൂടി ചെയ്യണം. എന്നാൽ ആ ചെറുത് തന്നെ മതി, ധാരാളമാണ്. പക്ഷെ ഇഖ്ലാസ് വേണം. അതാണ് ഇവിടെയും പറഞ്ഞത്, വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ശൈആ. അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും നിങ്ങൾ വിധേയപ്പെടേണ്ടതുപോലെ വിധേയപ്പെട്ടാൽ, അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് അല്ലാഹു ഒന്നും ചുരുക്കൂല. ചെയ്യുന്ന കർമ്മങ്ങളിൽ ആ പൂർണ്ണ അനുസരണം വേണം. ഏത് കർമ്മങ്ങളിലും ആ അനുസരണം മാറാൻ പാടില്ല. അല്ലാഹുവും റസൂലും പറഞ്ഞതുപോലെ അനുസരിച്ചാൽ ഒന്നും കുറയാനില്ല. ഉമ്മമാരെ, ആ അനുസരണത്തിന്റെ പേരിൽ വലിയ ബഹുമാനം കിട്ടിയവരാണ് അൻസാറുകളായ സ്ത്രീകൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ. ഏറ്റവും നല്ല സ്ത്രീകൾ അൻസാറുകളായ സ്ത്രീകളാണ്. അൻസാരികളായ സ്ത്രീകളുടെ ഭാര്യമാരാണ്, ഉമ്മമാരാണ്, മക്കളാണ്, അവരുടെ പെങ്ങന്മാരാണ്, കുടുംബിനികളാണ്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? ഒരു നിർദ്ദേശം വന്നാൽ ഉടനടി അത് സ്വീകരിക്കും. ഇതിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തെളിവ് പറയുന്നത്, ആ സഹോദരിമാരോടൊക്കെ ജിൽബാബ് താഴ്ത്തിയിടാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിക്കൊടുത്തു. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഓ നബിയെ, അങ്ങയുടെ പത്നിമാരോടും അങ്ങയുടെ പെൺമക്കളോടും മറ്റു വിശ്വാസികളുടെ സഹോദരിമാരോട്, സ്ത്രീകളോട്, അവരുമായി ബന്ധപ്പെട്ട പെണ്ണുങ്ങളോടൊക്കെ പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. നേരത്തെ അവര് തട്ടം മറക്കുമ്പോ, മക്കന മറക്കുമ്പോ, തലമറക്കുമ്പോ അതിന്റെ 2 ഭാഗങ്ങൾ തോളിലേക്ക് ഇടാറാണല്ലോ പതിവ്. അത് സ്തനഭാഗത്തിലൂടെ തായോട്ട് താഴ്ത്തിയിടണം. ഒരു ജിൽബാബ് തായോട്ട് അവര് താഴ്ത്തിയിടണമെന്ന് പറഞ്ഞപ്പോ അൻസാറുകളായ സഹോദരിമാരുടെ പക്കൽ അങ്ങനെ നീളത്തിൽ താഴ്ത്തിയിടാൻ പറ്റുന്ന ജിൽബാബില്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങുന്ന നേരത്ത് മറ്റു സഹോദരിമാരുടെ ജിൽബാബ് വായ്പ വാങ്ങിയിട്ട് നീളം വെച്ച് തുന്നി പിടിപ്പിച്ചിട്ടേ പുറത്തിറങ്ങാറുള്ളൂ. ആയത്ത് കേട്ടപ്പോഴേക്ക് അവര് സ്വീകരിച്ചു പോയി. പിറ്റേതൊക്കെ വെക്കാൻ അവർക്ക് നേരമില്ല. അത് സത്യത്തിൽ വലിയ അനുസരണമാണ്. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞത്, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ. നല്ല സഹോദരിമാര് അൻസാറുകളായ സഹോദരിമാരാണ്. സ്വഹാബിമാരുടെ ഭാര്യമാരും മക്കളും ഉമ്മമാരുമാണ്. അവര് പറയുമ്പോഴേക്ക് കാര്യം അനുസരിച്ചു, സ്വീകരിച്ചു പോയി. ഇത്വാഅത്ത് വേണം, അനുസരണം വേണം.
അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നന്നായി അനുസരിക്കണം. എന്നാ ഒന്നും കുറയൂല എന്നറിയില്ല. ചെയ്യുന്ന അമല് ലാ യലിതുക്കും മിൻ അമാലിക്കും ഷൈഅ, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ നിന്ന് ഒന്നിനെയും അള്ളാഹു കുറക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒക്കെ കബൂലാക്കി തരും, സ്വീകരിച്ചു തരും. പക്ഷേ പറയുന്നത് അതേ രൂപത്തിൽ അനുസരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കഴിവിന്റെ പരമാവധി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങേയറ്റത്തെ പരിശ്രമം നമുക്കതിൽ വേണം. ആ അനുസരണത്തിന്റെ പിന്നിലല്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അടുത്ത് വന്ന് പരാതിപ്പെട്ടു. ഒരു സഹോദരൻ, ഇമാം അവർകളെ, ദിഫായി ശൈഖ് തങ്ങളെ, എൻ്റെ മകൾക്ക് മാനസികമായ രോഗം. അങ്ങനെ രോഗം മൂർച്ഛിക്കുമ്പോൾ ആ പെണ്ണ് ചെയ്യാത്ത ഒരു അക്രമവുമില്ല. മുന്നിൽ വരുന്നവരൊക്കെ അടിക്കുക, കയ്യിൽ കിട്ടുന്നതൊക്കെ വലിച്ചെറിയാം, സാധനങ്ങളൊക്കെ നശിപ്പിക്കാം. ധാനി ഭ്രാന്തത്തിയെ പോലെയാണ് എൻ്റെ മകൾ പെരുമാറുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ശൈഖ് അവർകൾ പറഞ്ഞു, ഞാനതിന് പരിഹാരം പറഞ്ഞു, ഞങ്ങൾ വിഷമിക്കണ്ട. ഏതൊരു ബാപ്പക്കുണ്ടാകൂല ഒരു വിഷമം. അങ്ങനെ ഒരു മകൾ അങ്ങനെ കുടുങ്ങിയാൽ നമ്മുടെ കൂട്ടത്തിൽ രോഗികളുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തരട്ടെ. പലരും അത് പ്രത്യേകം പറഞ്ഞ് ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഉസ്താദ് അവർകൾ അതൊക്കെ കൂട്ടി ദ്വാരക്കും അവിടെ വാദിന് ശേഷം. ഞാൻ പറഞ്ഞു വരുന്നത്, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ മെതിയടി എടുത്തിട്ട് നീ പോ. മെതിയടി മരം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പ്, മരത്തിന്റെ ചെരുപ്പ്, അതെടുത്തിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. നമ്മളെ ഈ ചെരുപ്പല്ല. പോയിട്ട് ആ ഇളകുന്ന സഹോദരി ഇല്ലേ, ആ മകള്, ആ പെണ്ണ്, ആ പെണ്ണിനോട് ഈ മെതിയടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നീ പറയണം, ഇറങ്ങിപ്പോകണം, ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ ഈ മെതിയടി കൊണ്ട് നിന്നെ അടിക്കും, അടിക്കും എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇറങ്ങിപ്പോയേക്കും. ഉടനെ ആ ചെരുപ്പം എടുത്തിട്ട് ശിഷ്യൻ പോയി. ആ പെണ്ണിന്റെ നേർക്ക് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞേച്ചതാണ്, ഇറങ്ങിപ്പോകണം. ഒന്നിങ്ങനെ മൂളിയിട്ട് പറഞ്ഞു, ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണെങ്കിൽ നമ്മൾ അനുസരിക്കണമല്ലോ. ശൈത്താൻ ഉള്ളിൽ നിന്ന് പെണ്ണിലൂടെ പറയുകയാണ്, ഫഇന്നഹു റജുലുൻ അതാഅ അല്ലാഹ് വമൻ അതാഅ അല്ലാഹ അതാഅഹു കുല്ലു ശൈ. ദിഫായി ശൈഖ് പറഞ്ഞതാ. എന്നാ പിന്നെ അനുസരിക്കല്ലാതെ വേറെ മാർഗമല്ല അവിടെ. കാരണം അള്ളാഹുവിനെ ആ രൂപത്തിൽ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്താ? ഒന്നും കുറയില്ല എന്നല്ലേ, ഒന്നും കുറയാനില്ല. എല്ലാ അമലും അള്ളാഹ് കബൂലാക്കുന്നല്ലേ. പറഞ്ഞ വാക്കൊക്കെ സ്വീകരിച്ചു. എന്ത് എഴുതി കൊടുത്താലും എന്ത് പറഞ്ഞു കൊടുത്താലും ഒക്കെ അള്ളാഹ് കബൂലാക്കി. അതുകൊണ്ട് ഇറങ്ങിപ്പോയിക്കോളാം, ഒരു പ്രശ്നവുമില്ല. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഫഇന്നഹു റജുലുൻ അതാഅ അല്ലാഹ്, അള്ളാഹുവിന് വിധേയപ്പെട്ട അനുസരിച്ച ഒരു മഹൽ വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു. വഴിപ്പെടുന്നു, ഇറങ്ങിപ്പോകുന്നു. നല്ല സന്തോഷത്തോടുകൂടെ, നേരത്തെയുള്ള ഒരു വിഭ്രാന്തി ഇല്ല, നല്ല റാഹത്തോടെ ജീവിക്കുന്നു. 2 വർഷം കഴിഞ്ഞു. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായി. വഫാത്തായപ്പോൾ പിന്നെയും അതേ അസുഖം കടന്നു വന്നു. അപ്പൊ പഴയ സ്ഥിതി അനുസരിച്ച് മെതിയടിക്ക് വർക്കത്തൊന്നും കുറവില്ല. ആ മെതിയടിയുമായിട്ട് ശിഷ്യൻ പോയി, അതേ ശിഷ്യൻ തന്നെ. അപ്പോൾ കിട്ടിയ പ്രതികരണം എന്താണെന്നറിയോ? ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായ പ്രകാരം വന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് തോന്നുന്നില്ല. നേരത്തെ നിങ്ങളെ പറഞ്ഞയച്ചാള് ആരാണ്? അനുസരിക്കേണ്ട മഹൽ വ്യക്തിത്വമാണ്. ചെരുപ്പിന് ബർക്കത്തില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളിപ്പോ സ്വന്തം തീരുമാനപ്രകാരമല്ലേ വന്നത്. നേരത്തെ നിങ്ങളെ പറഞ്ഞയച്ചാളെ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. നിങ്ങൾ അനുസരിക്കും പോലെ തന്നെ ഞങ്ങളും അനുസരിക്കാറുണ്ട് എന്ന് ശൈത്താന്മാര് പറഞ്ഞെങ്കിൽ അനുസരണത്തിന് അത്രമാത്രം വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ആ അനുസരണം യഥാവിധി നിർവഹിക്കുകയാണെങ്കിൽ, ലാ യലിതുക്കും മിൻ അമാലിക്കും ഷൈആ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾക്ക് കുറയാനില്ല. അതെ, പക്ഷേ ഈമാൻ നിങ്ങളെ കൽബിൽ ഉറച്ച രൂപത്തിൽ വേണം. ഉറക്കാതെ, ഈമാൻ കൽബിൽ ഉറക്കാതെ ആമന്ന ആമന്ന എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ഇവിടെയാണ് ഇസ്മായിൽ ഹത്തിൽ ബറൂസവി തങ്ങൾ പറയുന്നത്, ഈമാൻ ഉറച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ദുആ പഠിപ്പിച്ചു തന്നത്. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാർക്കുന്ന ദുആയാണ്, അല്ലാഹുവേ എന്റെ ഖൽബിനെ നിന്റെ ദീനിൽ നീ സുബൂത്താക്കി തരണം. ഐ അലാ തസ്ദീഖിക, നിന്നെ വിശ്വസിച്ച് അംഗീകരിക്കുന്നതിന്റെ മേൽ എന്റെ ഖൽബിന് നീ സ്ഥൈര്യം തരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ഒരു മനുഷ്യനെ പറ്റി ബാഹ്യാർത്ഥത്തിൽ മുസ്ലിമാണ് എന്ന് നമ്മൾ കൽപ്പിക്കും. അയാളെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോ നമ്മൾ എങ്ങനെ നടപ്പിലാക്കും. അതേ സമയത്ത് ഖൽബിൽ വിശ്വസിക്കാത്ത മനുഷ്യരാണെങ്കിൽ മുനാഫിഖിനെ പോലെയാണ് അവരോട് പെരുമാറുന്നത്. ദുനിയാവിന്റെ ഹുക്കുമുകളിലൊക്കെ അവൻ മുഅ്മിനെ പോലെ പെരുമാറുകയാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ അവൻ മുഅ്മിനല്ല. കാരണം ഖൽബ് കൊണ്ട് ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഖൽബ് കൊണ്ട് തസ്ദീഖ്, ഖൽബ് കൊണ്ട് ശരിയായ അംഗീകാരം വന്നിട്ടില്ല. ഈമാൻ ഖൽബിൽ ഉറക്കേണ്ടതില്ലേ? അതിന് ഈമാനിന്റെ എല്ലാ ഘടകങ്ങളും ബാധിക്കേണ്ടതുണ്ട്, നമുക്ക് ബാധകമാക്കേണ്ടതുണ്ട്. എങ്ങനെ ഈമാൻ ഖൽബിൽ ഉറക്കൽ? ശരിയായ അംഗീകാരവും നാവ് കൊണ്ടുള്ള സമ്മതവും മാത്രം അല്ല, ഈമാനിനോട് നിരക്കാത്ത ഒരു പ്രവർത്തനവും ബാഹ്യതലത്തിൽ കാണാത്ത രൂപത്തിൽ ഈമാനിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. നാവ് കൊണ്ട് മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല ഈമാൻ. പിന്നെയോ ഈമാൻ എന്ന് പറയുന്നത് ഖൽബിൽ എത്തിച്ചേരുന്നൊരു നൂറാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വഖഅ ഫിൽ ഖൽബി ഇൻഫസഹ ലഹു വത്തസഅ. ഈമാനിന്റെ യഥാർത്ഥ നൂറ് ഖൽബിൽ കടന്നു കഴിഞ്ഞാൽ ആ നൂറ് സ്വീകരിക്കാൻ ഖൽബ് പ്രവിശാലമാകും, ഖൽബ് വിശാലമാക്കി കൊടുക്കും. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ ലിദാലിക നൂരി അലാമത്തുൻ യുറഫു ബിഹാ, ഖൽബിൽ അങ്ങനെ ഒരു ഒളിവ് ഉണ്ട് എന്നതിന് അറിയപ്പെടാൻ പറ്റുന്ന അടയാളങ്ങളുണ്ടോ? തങ്ങൾ പറഞ്ഞു, അതേ ഉണ്ട്. അത്തജാഫി അൻ ദാരിൽ ഖുറൂർ, വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കലാണ്. ദുനിയാവിന്റെ മൊത്തത്തിൽ ഒരു സ്വഭാവം, അതിന് വഞ്ചനയുടെ ഒരു മുഖം ഉണ്ട്. ആ വഞ്ചനയിലൊന്നും പെടാതെ അകന്ന് ജീവിക്കലാണ്. ഇത് പറയുമ്പോ പരത്തി പറയേണ്ടതുണ്ട്, എങ്കിലും ഞാൻ പറയട്ടെ, വഞ്ചനാപരമായ മുഖങ്ങളിൽ കുടുങ്ങരുത്. സഹോദരങ്ങളെ, ദുനിയാവിന്റെ വഞ്ചന എന്താണ്? സാമ്പത്തിക രംഗത്ത് വലിയൊരു വഞ്ചനയുടെ മുഖം ഉണ്ട്. അർഹതയില്ലാത്തത് സ്വീകരിക്കുന്നതൊക്കെ വഞ്ചനയുടെ മുഖമാണ്. നമുക്ക് അർഹതപ്പെടാത്തത് ഏത് രൂപത്തിലാണെങ്കിലും സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ അതിന് അവകാശികളല്ലാത്തത് കൊണ്ട്, അത് സർക്കാർ തരുന്നതാണെങ്കിലും ശരി, ഏതെങ്കിലും സംഘടന തരുന്നതാണെങ്കിലും ശരി, ഏതെങ്കിലും വ്യക്തികൾ തരുന്നതാണെങ്കിലും ശരി, അർഹതയില്ലാത്തത് സ്വീകരിക്കാൻ പറ്റൂല. സക്കാത്ത് വാങ്ങാൻ അർഹതയില്ലാത്ത ആള് വാങ്ങാൻ പറ്റുമോ? സക്കാത്തിൽ മാത്രമേ അത് ബാധകുള്ളൂ. സക്കാത്തിൽ മാത്രം, മസലയിൽ മാത്രമേ അത് ബാധകുള്ളൂ. സർക്കാരിന്റെ വക കാർഷിക ഫണ്ട് വന്നു. ഉദാഹരണം പറയട്ടോ, വന്നോളൂ എനിക്കറിയില്ല, ഞാൻ ഉദാഹരണം പറയാം. കാർഷിക ഫണ്ട് വന്നപ്പോ നല്ല മഴയും കാറ്റൊക്കെ ഉള്ള സമയമാണ്, ഇടിയും മിന്നലൊക്കെ ഉള്ള സമയം. അപ്പോഴാണ് ആ ഫണ്ട് സ്വാഭാവികമായിട്ടും വരിക. അങ്ങനെ വരുമ്പോ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാരൊക്കെ പോയി എഴുതി കൊടുക്കുകയാണ്, എന്റെ 40 വാഴ വീണ് ഒടിഞ്ഞ് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്, അതിന് വേണ്ടതൊക്കെ തരണം. അപ്പൊ നോക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോ 4 വാഴ അത് സുജൂദിലെത്തിയില്ല, റുക്കുവിൽ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. സുജൂദിലേക്ക് എത്തിയില്ല. അപ്പൊ ഇയാള് ചോദിച്ചു, എവിടെ 40? 4 ഉള്ളൂ, അതെന്നെ പൂർണ്ണമായിട്ടും ആയിട്ടില്ലല്ലോ. ഒരു പക്ഷേ താങ്ങി നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് പൂർണ്ണമായി കിട്ടും ചെയ്യും. അങ്ങനെ എത്തിയിട്ടുള്ളൂ, അതാ റുക്കു എന്ന് പറഞ്ഞത്. സുജൂദിലെത്തിയ പിന്നെ പ്രതീക്ഷിക്കാനല്ലേ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ അയാള് പറഞ്ഞു, അത് നിങ്ങൾ വിഷയാക്കാൻ, നിങ്ങൾ എഴുതിക്കോളി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നാ പോരെ. അതാ ഒരു കടുത്ത വഞ്ചന. അർഹതപ്പെട്ട ആളുകളുടെ കീശയിലേക്ക് പോകേണ്ടത് ഇങ്ങോട്ട് സ്വീകരിക്കാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ നടപ്പിലാക്കുമ്പോ എല്ലാവർക്കും കിട്ടണം കാർഡ്. 4ാം തലമുറക്ക് ജീവിക്കാൻ വരെ സ്വത്തുള്ളവനും ലക്കിയിൽ കിട്ടുന്ന കാർഡിന് വല്ലാത്ത മോഹമാണ്. അള്ളാഹു അവന് കൊടുത്ത സമ്പത്തുണ്ട്, അവന്റെതല്ല, ബാപ്പാന്റെതാണ്. ഒന്ന് ഉപയോഗിച്ചാൽ മതി. മക്കൾക്കും പേരമക്കൾക്കും 3ാം തലമുറക്കും 4ാം തലമുറക്കുള്ളതുണ്ട്.
എന്നിട്ടും അവൻ പോയി എഴുതി കൊടുക്കുന്നു, എനിക്ക് വരുമാനം ഒരു വർഷത്തിൽ 3000 മാത്രമേ ഉള്ളൂ. ഓ പച്ച സാധു, എന്താ സദസ്സെന്നൊക്കെ പിരിവെടുത്താണ് കൊടുക്കണം. വരുമാനത്തിൽ പച്ച നുണ എഴുതരുത്, വഞ്ചന കടുത്ത നുണ. എത്ര വരുമാനം എഴുതേണ്ടത്? മാസത്തിൽ 30,000 ഉള്ള ആള് വർഷത്തിൽ എഴുതുന്നു 3000. ഇങ്ങനുണ്ട്. ഒരു മകന് കിട്ടുന്ന ശമ്പളം 30,000 പറഞ്ഞ വേറെയുള്ള വകുപ്പൊക്കെ വേറെ ഉണ്ട്. അതിൽ തേങ്ങ അടക്കി മറ്റൊന്നും പറ്റിട്ടില്ല, വേറെ ഉണ്ട്. ബിൽഡിംഗ് വാടക ഒന്നും പറ്റിട്ടില്ല. ഇങ്ങനൊക്കെ കിട്ടിയിട്ട് ഈ വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയോ? അതാണ് ഒരു വഞ്ചനയുടെ തലവും സ്വീകരിക്കരുത്. അത് സത്യത്തിൽ ഈമാനിന്റെ ഒളിവാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. വെറുതെ പറഞ്ഞതല്ല. ഈമാൻ കൽബിലേക്ക് കടന്നിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു മേഖലയിൽ എണ്ണിയാൽ ഒരുപാടുണ്ട്. ചൂഷണോപാധിയായ സമ്പത്ത് സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഒട്ടനവധിയുണ്ട്. ഒന്നിലും ഈമാനുള്ള മൂമിൻ പെടരുത്. ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയട്ടെ, പണയം വെക്കാൻ വേണ്ടി വള ഊരി കൊടുക്കരുത്, മാല ഊരി കൊടുക്കരുത്. കെട്ടുകണക്കിനല്ലേ പലിശ കൊടുക്കേണ്ടി വരുന്നത്. 1000 10,000 എത്രയാണ് അടക്കേണ്ടി വരുന്നത്? നഊദു ബില്ലാഹ്. കല്യാണം കഴിക്കുമ്പോഴേക്ക് തറയിട്ടിട്ട് ഒരു കുട്ടിയാകുമ്പോഴേക്ക് വീടാകണം എന്നൊരു വുജൂബൊന്നും ഇല്ല. അങ്ങനെ ഒരു സിദ്ധാന്തമൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു സുന്നത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല. പണമില്ലാഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? പലിശക്ക് പണമെടുത്ത് വീടുണ്ടാക്കുന്നു. അവന് 1ാമത്തെ 2ാമത്തെ കുട്ടിയുടെ വിവാഹത്തിന്റെ സമയം എത്തിയിട്ടും ഇതിന്റെ പലിശ വീട്ടാനായിട്ടില്ല. കഴിയുമോ സഹോദരാ? ഈമാനിന്റെ ശരിയായ നൂറ് കൽബിലേക്ക് അങ്ങ് കടന്നിട്ടുണ്ടെങ്കിൽ കൽബത് പ്രവിശാലമായി സ്വീകരിക്കും. ഭാഗ്യതലത്തിൽ അടയാളമുണ്ടോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ഉണ്ട്. 1ാമത്തെ അടയാളം അത്തജാഫി അൻദാരിൽ ഗുറൂർ, വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് കഴിയലാണ്. വഞ്ചനയുടെ മേഖലയിൽ ഒരു നയാ പൈസ പോലും പറ്റിപ്പോകണ്ട. ആരാന്റെ ഹക്ക് വസൂലായി പോകണ്ട. സക്കാത്തിൽ മാത്രം അല്ല വിഷയം, അല്ലാത്തതിലും വിഷയമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പ്രശ്നം പരിഹരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച്, സത്യം ബോധ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇവിടെ വിധി നടപ്പിലാക്കി തരുന്നു. അതേ സമയത്ത് എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് കൃത്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വിധി നടപ്പിലാക്കി തരുന്നത്. ആരാന്റെ ഒരു ഹക്ക് അഥവാ നിങ്ങളെ ഭാഷ കൊണ്ട്, നിങ്ങളുടെ മറ്റു വിഷയങ്ങളെ കൊണ്ട് നിങ്ങൾ കൈക്കലാക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി കരുതിയേക്കണേ. മൻ അഖദ ശിബ്റൻ മിൻ അർളി അഖീ, മൻ അഖദ ശിബ്റൻ മിൻ അർളി അഖീ, സ്വന്തം സഹോദരന്റെ ഭൂമിയിൽ നിന്നൊരു ചാൺ ഭൂമി അവകാശമില്ലാതെ പിടിച്ചു പറ്റിയാൽ, അവരറിയാതെ രജിസ്ട്രേഷൻ നടത്തിയാൽ, സുഹൃത്തെ രജിസ്ട്രേഷൻ ഇവിടെയുള്ള താൽക്കാലിക മുഖമാണ്. ഒരു ചോദ്യം ചെയ്യുന്ന ലോകം വരാനുണ്ട്. ശരിയായ രേഖ ചോദിക്കുന്ന രംഗം വരാനുണ്ട്. ഭൂമി സാക്ഷി പറയുന്ന രംഗം വരാനുണ്ട്. ളുൽമൻ, അതിക്രമമായിട്ട് മക്കൾക്കും മറ്റൊന്നും ബോധമില്ലാത്ത സമയത്ത് അവർക്ക് അവകാശം കിട്ടേണ്ട സ്വത്ത് നീ അങ്ങ് കൈക്കലാക്കി പോയാൽ, എന്നിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ട് അവർക്ക് മറിക്കാനും തിരിക്കാനും പറ്റാത്ത കോലത്തിൽ നീ അങ്ങ് നിന്റെ കസ്റ്റഡിയിൽ വെച്ചു പോയാൽ, തവ്വഖഹുല്ലാഹു ഇലാ സബീ അർളീന യൗമൽ ഖിയാമ, ആ ഒരു ചാണ് ഭൂമി അവന്റെ കഴുത്തിൽ മാലയായി 7ാം ഭൂമി വരെ അണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദുമാരെ മുന്നില്, നിന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചവരെ മുന്നില്, സ്വന്തം ബാപ്പാന്റെ ഉമ്മാന്റെ മുന്നില് ആഖിറത്തിൽ വഷളാകാതിരിക്കണമെങ്കിൽ വഞ്ചനാപരമായി ചതിപ്രയോഗം നടത്തിയിട്ട് അക്രമത്തിലൂടെ മറ്റുള്ളവർ കഴിവ് കുറഞ്ഞവരായതുകൊണ്ട് അവരെ സമ്പത്ത് നീ അങ്ങ് കൈക്കലാക്കി പോകണ്ട. അത് നന്നായി ശ്രദ്ധിക്കണം.
നന്നായി സൂക്ഷിക്കണം. ആ അലച്ച മാറാത്തത് കൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത്. സുഹൃത്തെ, എത്ര ചാണ് ഭൂമി ഉണ്ടായിരുന്നു ഖാറൂനിന്, എത്ര കോടി സമ്പത്തുണ്ടായിരുന്നു ഖാറൂനിന്. ഒരു തുണ്ടം സക്കാത്ത് കൊടുക്കാതെ കലീമുല്ലാഹി അലൈഹിസ്സലാമിനെ ജനമധ്യത്തിൽ താറടിച്ചപ്പോ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. നല്ല ചമൽക്കാരത്തോടെ റോട്ടിലേക്ക് ഇറങ്ങിയാൽ മുന്നിലും പിന്നിലും അതാ നല്ല സേനകളുണ്ടായിരുന്നു, അശ്വഭടന്മാരുണ്ടായിരുന്നു, കാവൽക്കാരുണ്ടായിരുന്നു. ഭൂമിയിലേക്ക് നമ്മളങ്ങ് ആഴ്ത്തിയപ്പോ ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, പിന്നെ സഹായിക്കാൻ ആരെയും കണ്ടില്ല, സ്വന്തം സഹായം ലഭിച്ചതുമില്ല. വമാ കാന മിനൽ മുൻതസിരീൻ. അതുകൊണ്ട് എല്ലാവരും ശരിക്ക് കരുതണം, ആരാന്റെ ഒരു ഹക്കും കൈക്കലാക്കരുത്, സ്വന്തത്തിന് ഹിതമല്ലാത്തത് സ്വീകരിക്കരുത്. അക്രമപരമായിട്ട് തറവാട്ടിലൂടെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പലതും കൈക്കലാക്കരുതേ. ദുനിയാവ് തീരാനുള്ളതാണ്, ആഖിറം എന്നെന്നും ബാക്കിയാണ്. അത് ശരിക്ക് ബോധ്യം വേണം. ഞാനിവിടെ വരുമ്പോഴും തുടക്കത്തിൽ എന്നോട് അങ്ങനത്തെ 2-3 കേസുകൾ പറഞ്ഞവരുണ്ട്. അത് കൽപ്പിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് വിഷയങ്ങൾ പറയുകയല്ല. പ്രായം കൂടുന്തോറും സമ്പത്തിനോടുള്ള പ്രതിബദ്ധത കൂടുകയാണ് ആളുകൾക്ക്. മരിക്കാനായെന്നാ ഞാൻ കുറച്ച് കൊടുത്തോട്ടെ എന്നുള്ളതല്ല, മരിക്കാനായി കിട്ടാവുന്നിടത്തോളം കൊണ്ട് പോന്നോട്ടെ എന്നാണ്. അങ്ങനല്ലേ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും പറഞ്ഞത്. നല്ല നിലക്ക് ജീവിച്ച സ്വാലിഹായ മനുഷ്യൻ, നല്ല കച്ചവടം ചെയ്ത് ഹലാലായ രൂപത്തിൽ ജീവിച്ച മനുഷ്യൻ, കച്ചവടം നിർത്തിയിട്ട് വിശ്രമ ജീവിതം തുടങ്ങിയപ്പോ ശൈത്താൻ വന്ന് പറ്റിച്ചു. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് കയ്യിലിരിക്കുന്ന പണം എന്ന പരസ്യം കൊടുക്കൽ, ചിതലരിക്കണ്ട എന്ന പരസ്യത്തിൽപ്പെട്ട് ആ പ്രായമുള്ള മനുഷ്യൻ പലിശക്ക് കൊടുത്തു. അങ്ങനല്ലേ റമളാനിൽ അവസാനത്തെ 10-ൽ 27 രാവാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന സംഭവം അങ്ങനല്ലേ. ബാപ്പാന്റെ ഖബർ സിയാറത്തിന് പോയപ്പോ പൊട്ടിക്കരയുന്ന ശബ്ദം കേട്ടത് നല്ലവരാണെന്ന് ആളുകളൊക്കെ പറഞ്ഞ ഒരു മാന്യദേഹത്തിൽ നിന്ന് ചുളിവിലൂടെ നടന്നൊരു വിഷയമല്ലേ ആ പലിശ. മക്കളൊക്കെ പോറ്റാനുണ്ട്, പേരക്കുട്ടികളൊക്കെ പോറ്റാനുണ്ട്. ചിലരൊക്കെ അന്തസ്സായി മനസ്സിലാക്കൽ എങ്ങനെയാണ്, മക്കളോടും ചോദിക്കണ്ട പിന്നെന്തിനാ ഈ മക്കള്, പേരക്കുട്ടികളോടും ചോദിക്കണ്ട പിന്നെന്തിനാ ഓല്, ഇങ്ങനെ കാണാനോ അല്ലെ ഇങ്ങനെ ജുമാക്ക് എണ്ണം കൂട്ടാനാ, 1-ാം സഫുലുള്ള ഇന്റെ ആളാണ് 2-ാം സഫുലിന്റെ ആളാ പറയാനാ. അവരൊക്കെ വാപ്പാനും ഉമ്മാനും പോറ്റേണ്ട സമയത്ത് പോറ്റിട്ടില്ലെങ്കിൽ വാങ്ങണം അങ്ങോട്ട്. 1-ാം മാസം 10,000, 1-ാം മാസം 20,000. ഞാൻ നിന്റെ വാപ്പയാണ്, അത് നിന്റെ ഉമ്മയാണ്, അത് വലിയ ഒക്കെ പോറ്റാനാ കൊണ്ടാവും. പിന്നെ ചെറുപ്പത്തിന് എനിക്ക് ചെലവഴിച്ചില്ലേ, പിന്നെ നീ വലുതായിട്ട് എന്തൊരു കാര്യം കിട്ടാനാ. ചിലർ മനസ്സിലാക്കും അവരോടൊന്നും ചോദിക്കണ്ട, ഇങ്ങനെ എവിടെയെങ്കിലും കൊടുത്താൽ മാസവരി ഇങ്ങനെ പലിശക്ക് വാങ്ങാലോ, അപ്പൊ ആരും ശല്യമില്ലാതെ ജീവിക്കും. അത് എളുപ്പ വഴിയല്ല, അത് വഞ്ചനെ. അത് എളുപ്പ വഴിയല്ല, കുടുങ്ങുന്ന വഴിയാ. അത്തജാഫി അൻദാരിൽ ഗുറൂർ. രണ്ടാമത്തെ അടയാളം പറഞ്ഞു, വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്. വൽ ഇനാബതു മടങ്ങലാണ്, ഇലാ ദാരിൽ ഖുലൂദ് ശാശ്വതമായ ലോകത്തേക്ക്, പരലോകത്തേക്ക് മടങ്ങാൻ ഒരുക്കമാണ്. ആ മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ജീവിതത്തിലെ ചലന നിശ്ചലനങ്ങൾ വായിച്ചാൽ ശരിക്കും കൃത്യമായത് കിട്ടും. അയാൾ എങ്ങോട്ടോ ഒരുങ്ങിപ്പോകാൻ തുടങ്ങിയതുപോലെയുണ്ട്. മരണം ഇറങ്ങുന്നതിന്റെ മുമ്പ്, മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി റെഡിയാകലാണ്, തയ്യാറാകലാണ്. സ്വഹാബത്ത് പോലും കഫംപുട വാങ്ങിയിട്ട് ആ കഫംപുട മാറി മറിച്ച് നോക്കിയില്ലയോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നിസ്കാരത്തിന് വന്നപ്പോൾ നല്ല ഒരു തുണി ധരിച്ചിട്ടുണ്ട്. ആ തുണി കണ്ടപ്പോൾ സഹ്ൽ ബിൻ സഅദ് സായിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ തുണി കണ്ടപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിനോട്, നല്ല ചൊറുക്കുള്ള തുണിയാണല്ലോ. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കിട്ടിയാൽ തിരക്കടില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥതാണ്. പിന്നെ കിട്ടണമെന്ന് പറയേണ്ടതില്ല, അതിന്റെ അർത്ഥതാണ്
ഒരാൾ നമ്മളോട് നല്ല ഉഷാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂപ്പരത് മോഹിക്കുന്നുണ്ട് എന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് നിന്നു. ഇതൊരു പെണ്ണ് തുന്നി റെഡിയാക്കി നല്ലവണ്ണം നെയ്ത്ത് നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. നബിയെ, ഇത് ഞാൻ തങ്ങൾക്ക് തരുന്നത് തങ്ങൾ തന്നെ ധരിക്കാനാണ്. വിശ്വാസം ധരിച്ചു നമസ്കാരത്തിന് വന്നത്. അപ്പൊ അത് കണ്ട സ്വഹാബി പറഞ്ഞു, ആ നല്ല ഭംഗിയുണ്ടല്ലോ, തുണി നല്ല ചൊറുക്കുണ്ടല്ലോ കാണാൻ. നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ റൂമിലെത്തി. ആ തുണി അയച്ച് ആ സ്വഹാബിക്ക് കൊടുത്തു. തങ്ങൾ പഴയ തുണി തന്നെ ധരിച്ചു. അപ്പൊ സ്വഹാബിമാരൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ലേ തങ്ങളത് സ്വീകരിച്ചത്? ആവശ്യമില്ലെങ്കിൽ അത് ആർക്കെങ്കിലും ഒക്കെ അപ്പം തന്നെ കൊടുക്കൂലേ, എന്നിട്ടല്ലേ ധരിച്ചു വന്ന് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ഇത് തങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങിയത് എനിക്ക് ധരിക്കാൻ വേണ്ടിയല്ല, ഇതെനിക്ക് കഫംപുടയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടുത്തെ ശരീരം തൊട്ട ഒരു വസ്ത്രം എന്റെ കഫനായിട്ട് വരണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ആവശ്യപ്പെട്ടത്. ഹദീസിൽ പറയുന്നുണ്ട്, ഫകാനത് ദാലിക കഫനഹു, ആ വാങ്ങിയ വസ്ത്രം തന്നെയായിരുന്നു ആ സ്വഹാബിയുടെ കഫൻപുട. ഖബർ കുഴിച്ച് വെച്ച് ആ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഖത്മ് തീർത്ത മഹദിയല്ലേ ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. അങ്ങനെ എത്ര മഹാന്മാരുണ്ട്, അവരൊക്കെ ശരിയായ ഈമാൻ പുൽകിയിട്ട് മരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായവരാണ്. കണക്കുകളൊക്കെ കറക്റ്റാക്കി തീർത്ത്, എല്ലാ കണക്കുകളും തീർത്ത്, ഇനി എനിക്കങ്ങനെ കടബാധ്യത മറ്റൊന്നും വരണ്ട എന്ന് കരുതിയിട്ട് ഉള്ള കാര്യത്തിന് അല്പാൽപമായി പാകത്തിന് ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ ജീവിച്ചിരുന്ന മഹാന്മാരെത്രയുണ്ട്. കാരണം എന്റെ പ്രായം 40 കഴിഞ്ഞു എന്നാണ് അവര് കാരണം പറഞ്ഞത്. അല്ലാമ ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു 40-ാമത്തെ വയസ്സായപ്പോൾ തസ്വീഫെല്ലാം നിർത്തിയിട്ട് എനിക്ക് 40 ആയിട്ടുണ്ട്, ഞാനൊന്ന് ഇബാദത്തിലേക്ക് മാത്രമായി സമയം കളയട്ടെ എന്ന് കരുതിയിട്ട് ഒരു റൂമിലേക്ക് മാറി നിന്നു. അവിടെ ഒരു ശിഷ്യനെ നിർത്തിയിട്ട് പറഞ്ഞു, ആരെങ്കിലും വന്നാൽ ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് പറയണം, വൈകുന്നേര സമയത്ത് കാണാൻ പറ്റുമെന്ന് പറയണം. ഗ്രന്ഥരചന ധാരാളം നടത്തിയ മഹാനാണ്. അവിടുത്തെ തഫ്സീർ എല്ലാ ദർസുകളിലും ഓതുന്ന തഫ്സീറല്ലേ, അല്ലാതെയും വേറെ തഫ്സീറില്ലേ. വിശുദ്ധ ഖുർആനിൽ പറയുന്ന വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ച് പേര് പോലെ തന്നെ അൽ-ഇത്ഖാൻ എന്ന ഭദ്രമായ ഒരു ഗ്രന്ഥം സുയൂത്തി ഇമാമ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ വേറിട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 40 ഇമാം സുയൂത്തി റളിയല്ലാഹുവിന്റെ ചിന്ത പോകുന്നത് വല്ലിസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. അതേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് വന്നതിന് ശേഷം, ആ സൂറത്ത് അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരിക്കലും തങ്ങൾ ചിരിച്ചിട്ടില്ല എന്നല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. സുജൂദിലും റുകൂയിലും ധാരാളം നേരം തസ്ബീഹ് ചൊല്ലിയിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങളിൽ, ഫർള് നിസ്കാരങ്ങളിലല്ല, സുന്നത്ത് നിസ്കാരങ്ങളിൽ പതിവില്ലാത്ത അത്രയും തസ്ബീഹ് ചൊല്ലിയിരുന്നു. അല്ലാഹുവിന്റെ നിർദ്ദേശം അങ്ങനെയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിരുഹു ഇന്നഹു കാന തവ്വാബാ. ആ ഉപ്പാന്റെ വഫാത്തിന് ശേഷം 6 മാസം കഴിഞ്ഞ് വഫാത്തായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതിനിടയ്ക്ക് ചിരിച്ചിട്ടില്ല. അതേ മാർഗം തന്നെ അവലംബിച്ചതാണ്, ഒരുങ്ങിയതാണ്. വല്ലിസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി ഒരുക്കം ചെയ്യലാണ്. ഇത് മൂന്നും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ ഈമാൻ ശരിക്കങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ ഭാഗ്യതലത്തിൽ കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ അല്ലാഹു നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ച് നിർത്തി തരട്ടെ. ആ ഈമാനിന്റെ അടയാളങ്ങളൊക്കെ മേളിച്ച് നല്ല രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഉസ്താദ് അവർകൾ എത്തിയിട്ടുണ്ട്.
ഭക്ഷണം കഴിക്കാണ് പത്തു. ഞാൻ ഈ ആയത്തൊന്ന് പൂരിപ്പിച്ച് കുറച്ചു നേരം നമ്മുടെ കൗസർ സഖാഫി സംസാരിക്കും. അൻവർ സഖാഫി പറഞ്ഞത് ബർക്കത്ത് നിങ്ങൾ നേരത്തെ ഒന്നും കിട്ടിയില്ല എന്നാ പറഞ്ഞത്. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പൂരിപ്പിക്കുകയും ചെയ്യും. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷഹാദത്ത് കലിമ മൊഴിയുക, ഉച്ചരിക്കുക അത് വാജിബ. ആ നിർബന്ധം സ്വീകരിച്ച ശേഷം പിന്നെ അവന്റെ കർമ്മങ്ങൾ ആണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. അവന്റെ കർമ്മങ്ങൾ നല്ല രൂപത്തിലാകുന്നുണ്ടെങ്കിൽ അവന് ചെറിയ ഒരു പ്രതീക്ഷ അവന്റെ ഷഹാദത്ത് കലിമക്ക് പിൻബലമായിട്ടുണ്ട്. അതേ സമയത്ത് മൊഴിയാൻ കഴിഞ്ഞിട്ടും മൊഴിയാതിരിക്കുന്ന മനുഷ്യൻ, ഷഹാദത്ത് കലിമ മൊഴിയാൻ അവൻ എല്ലാവിധ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടി ബോധ്യപ്പെട്ടു, ശരിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും മൊഴിയാതെ മനുഷ്യൻ, നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയിട്ടും നിസ്കാരത്തിൽ നിന്ന് വിസമ്മതിക്കുന്നവനെ പോലെയാണ്. മഹാനവർകൾ പറയാണ്, കംതിനാഇഹി മിനസ്വലാത്തി ഫയകൂനു മുഅ്മിനൻ ഗൈറ മുഖല്ലദിൻ ഫിന്നാർ. നരകത്തിൽ ശാശ്വതമായി കടക്കാത്തൊരു മുഅ്മിനാണ്. അതേ ഈമാനിനോടനുബന്ധിച്ച് ശരിക്ക് പ്രവർത്തിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. കാരണം ഈമാൻ എന്ന് പറയുന്നത് ഹുവ തസ്ദീഖുൽ മഹ്ളു ബിൽ ഖൽബി, ഖൽബ് കൊണ്ടുള്ള കലർപ്പില്ലാത്ത അംഗീകാരമാണ്. നാവോ വല്ലിസാനു തർജുമാനുഹു, നാവ് അത് പരിഭാഷപ്പെടുത്തി തരുന്ന, ഈ വിശ്വാസം ശരിയാണെന്ന് അറിയിച്ചു തരുന്ന ട്രാൻസ്ലേറ്റർ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, യഖ്റുജു മിനന്നാരി മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിനൽ ഈമാൻ. നരകത്തിൽ നിന്ന് പുറത്തു പോകും ഖൽബിൽ ഈമാനിന്റെ ചെറിയ ദർറത്ത്, ചെറിയ ഒരു തൂക്കം, ഏറ്റവും ചെറിയ തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. നരകത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞാൽ കടന്നതിന് ശേഷമാണ്, ഖാലിദായിട്ട് നരകത്തിലല്ല. പക്ഷേ നല്ല അമല് വേണം, ഈമാനെ അംഗീകരിക്കുന്ന തരത്തിൽ അമല് വേണം. ഈമാൻ ശരിയായ രൂപത്തിൽ ഖൽബിൽ സ്വീകരിക്കുകയും വേണം. ഖൽബിൽ സ്വീകരിച്ചു എന്നതിന് പുറത്തു പറയുന്ന തെളിവ് വേണം. അപ്പോൾ ആ ഈമാന് യഥാർത്ഥ രൂപത്തിലാകാൻ താഴെ പറയുന്ന അടയാളങ്ങളൊക്കെ നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.